മരിച്ചുപോയ നിന്റെ ബാപ്പാനെയും കുടുംബത്തുള്ളവരും വിചാരിച്ചിട്ടാ വീടും പറമ്പും ജപ്തി ചെയ്യാൻ പോണെന്നും പറഞ്ഞ് നീ കരഞ്ഞ് നിലവിളിച്ചോണ്ട് വന്നപ്പ നിന്നോട് ഞാൻ എന്റെ ചിട്ടി വിളിച്ചോളാൻ പറഞ്ഞു. നീ വിളിച്ചില്ലടാ. നീ കാരണം എന്റെ ചിട്ടി വെള്ളത്തിലായി. എടാ നിന്റെ ബാപ്പ ചെയ്തിക്കാണ്ട എന്തെങ്കിലും ഗുണം നിനക്കുണ്ടായിരുന്നെങ്കിലേ നീ ഈ തെണ്ടിത്തരം കാണിക്കൂലായിരുന്നടാ. മലയാള സിനിമയുടെ ശവക്കുഴി തോണ്ടിയൊരു വർഷമാണ്. സൂപ്പർ സ്റ്റാർ പടങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററുകളും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. സാർ പറയണം, ഇതിനൊക്കെ കാരണക്കാരാണ്? ഡയറക്ടേഴ്സ്. എടോ, സിനിമകൾ എപ്പോഴും ജീവിതഗന്ധിയായിരിക്കണം. അങ്ങനെയല്ലാത്ത നമ്മുടെ പ്രേക്ഷകരെടുത്ത് ചവിട്ടുകൊട്ടയിലെറിയും. പടം പൊട്ടും, തിയേറ്ററുകൾ ഇനിയും പൂട്ടും, അല്ലെങ്കിൽ പൂട്ടിക്കും. എന്തോ മിച്ചി എറണാകുളത്ത് എന്റെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിന്റെ പണി കിടക്കാം. ഒരു 4 ലക്ഷം അങ്ങോട്ട് മറിച്ചു, അതാണ് ടൈറ്റ് ആയി പോയത്. അല്ല ഷാനിക്ക, നിങ്ങളുടെ ജ്വല്ലറിന്റെ പണി കഴിഞ്ഞാ? സ്വർണ്ണക്കട, ജ്യൂസ് കട, എറണാകുളത്ത് എന്തോ ഒരു കടകളാണ് ഇവന്റെ പേരിൽ. സ്വന്തമായിട്ട് ജ്വല്ലറി ഉള്ളവനാണ്. ഉമ്മാന്റെ താലിമാല വരെ കൊണ്ട് വിറ്റത്. എന്റെ കാശ് തരാണ്ട് നീ ഇവിടുന്ന് പോവില്ലടാ. എന്റെ പൊന്നുമ്മച്ചി നാറ്റിക്കരുത്. ഒരു മാസം എനിക്ക് സമയത്താ. എന്റെ മരിച്ചുപോയ ബാപ്പയാണ്, പടച്ചവനാണ്, ഞാൻ തന്നിരിക്കും. അവനക്ക് ഒരവധിയും കൂടെ കൊടുക്കുമാ. പ്ലീസ്. അപ്പോ ഡയറക്ടർ സന്ദേശ് മേനോൻ എന്ന് പറയുന്ന താങ്കളും ഈ കൂട്ടത്തിൽ പെടുമല്ലേ? വാട്ട് യു മീൻ? അല്ല, അടുത്തിടെ വന്ന താങ്കളുടെ 4 പടങ്ങളും 8 നില പൊട്ടിയില്ലേ? ചേർത്തള, എന്റെ പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കെന്തള? നിന്റെ തന്നെയാണോടാ ഈ പടത്തിന്റെ എല്ലാം പ്രൊഡ്യൂസർ? ഇപ്പൊ ഇറങ്ങിക്കൊള്ള ഇവിടുന്ന്. ഈ ചെമ്പൻ കൊരകനെ കണ്ടപ്പോഴെനിക്ക് ചൊറിഞ്ഞു കയറി വന്നോ. ഓടാ, എന്റെ കൺമുമ്പിന്റെ പോടാ, അല്ലെങ്കിൽ നിന്റെ ക്യാമറ ഞാൻ തല്ലിയാൻ പൊളിക്കും ഞാൻ. പാറു, എടി പാറു. സാർ, ഇതിനൊക്കെ എന്തിനാണ് സാർ ഭാര്യയൊക്കെ വിളിച്ചു വരുന്നത്? ഇന്ന് 11, അടുത്ത മാസം 11-ാം തീയതി നീ എന്റെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. ഞാൻ അങ്ങോട്ട് വന്ന് തന്നിരിക്കും. എന്റെ മുത്തല്ലേ, ഒന്ന് മാറി. മുങ്ങിയേക്കരുതേ. നീ എന്റെ കണ്ടാലേ. പാറു, അവനൊക്കെ സിനിമ നോക്കാൻ ഇറങ്ങിയാണ്. ഇതൊന്നും തൂക്കി നോക്കേ, നോക്കാം. എന്താ സ്വർണം നോക്കാം. 3.5 ഇത്രയുള്ള പൈസ. ശരി അപ്പൊ. ഓക്കെ. രാജീവ്ജി बोलिए. कितना? 1000 കോടി. അതൊന്നും പ്രോബ്ലം ഇല്ല. അതൊക്കെ നമുക്ക് ഈസിയായി ഡീൽ ചെയ്യാനേ. മൊബൈൽ അച്ഛാ, उसमें हमको क्या मिलेगा? അതാദ്യം പറ. ഒന്നുകൂടെ കേട്ടിട്ട് 5% വിളിക്കാം. ബോംബെയിലൊരു പാർട്ടിയാണ്. അവിടെയുണ്ടോ കടക്കാര്? അവിടെ ഒരു പാർട്ടിയുടെ കയ്യില് 1000 കോടിയുടെ ബ്ലാക്ക് ഉണ്ട്. അത് വൈറ്റ് ആക്കണം. എങ്ങനെ പെയിന്റ് അടിക്കും? ഒറ്റടിയെന്നാണ് പന്നി. 10 കോടി വൈറ്റിന് 20 ബ്ലാക്ക്. അതിന്റെ കമ്മീഷനായിട്ട് 5%. 1000 കോടിയുടെ 5% പറഞ്ഞാല് അള്ളോ 50 കോടി രൂപ. എന്റെ ഭായി 1000 കോടി രൂപ കയ്യിലുള്ള ആരെങ്കിലും നിങ്ങളെ പോലുള്ള ചാണാപ്പള്ളി ടീംസിനോട് ബിസിനസ് ചെയ്യാൻ വരൂ? ദേ വിൽ പ്ലേ ദെയർ ഓൺ റേഞ്ച് മാൻ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബ്രില്യന്റ് ഐഡിയ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരമാ പുച്ഛമാണ്. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ നിർത്തിയിട്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്റെ പുതിയൊരു ഐഡിയ പറഞ്ഞുതരാം. ഹലോ, നിന്റെ ഒരു ഓഞ്ഞ ഐഡിയ ആണ് ആ കിടക്കുന്നത്. യഹി ഹേ ജീവൻ കി അസ്ലി ഖുശ്ബു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീശുന്ന യഥാർത്ഥ സുഗന്ധം ഒന്ന് മണത്തു നോക്കൂ. ആഹാ ആഹാ, ജീവിതം സുഗന്ധപൂർണമാക്കാൻ A3 റോസസ്. സുഗന്ധമല്ലേ, ദുർഗന്ധം. ഇത്രയും നാല് ബിസിനസ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഒരു ശിവാശ്രീലുണ്ട് എടുക്കാൻ. അണ്ണാക്കിലേക്ക് ഒഴിക്കാനാണോ? അവനൊരു ദിവസം നമ്മുടെ കൈ കിട്ടൂക്ക കൊടുത്തോളാന്ന്. എന്താ ഷാനു, കാലത്ത് ദേഷ്യത്തിലാണല്ലോ? വെറുതെ കാലത്തെ ചൊറിയാൻ. നാസർക്ക കാര്യങ്ങൾ കൊമ്മച്ചി പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടാണ് നിക്കാഹ്. ചെക്കൻ പൊന്നാനിക്കാരനാ. ഒമാൻ എയർവേഴ്സിലെ സെക്യൂരിറ്റി പണിയാണ്. ആഹാ, അപ്പൊ നാദരക്കാണ് ഒമാനിലേക്ക് വരേണ്ടി വരുമോ? പൊന്നിന്റെയും പണത്തിന്റെയും കാര്യമൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. നിന്റെ ബാപ്പ ഉണ്ടായിരുന്ന കാലത്ത് എനിക്കൊരു ധൈര്യമായിരുന്നു. നാസർക്ക ബേജാറാവണ്ട, നമ്മളൊക്കെ നാദരയുടെ കല്യാണം നമ്മൾ പൊളിച്ചെടുക്കും. അല്ലേടി? ഉമ്മാനെ കാണാൻ നമ്മള് വീട്ടിലേക്ക് വരണുണ്ട്. വരും. നടക്കണേ.
എന്റെ ഇക്കത് വല്ല കാര്യം ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പ്രതീക്ഷയും കൊടുത്തിട്ട്. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അതല്ലേ ഉള്ളൂ. നീ ഇപ്പൊ അത് പറഞ്ഞാൽ മതിയല്ല. ഞാൻ ഈ കയ്യിലെടുത്തോണ്ടിരുന്ന കുട്ടിയാ എപ്പോ? പണ്ട്. അതൊക്കെ ഈ ബാറ് വീണ്ടും ഒന്ന് കൂതറായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ വീഴരുത്. ബിസിനസ്സിൽ എന്നെ പറ്റിക്കാൻ പറ്റില്ല. എന്റെ ബുക്കിംഗ് നിങ്ങളുടെ ചേർത്ത് 27. 27. എന്റെ ഒന്നുമില്ല. 1000 കോടി വയറ്റാക്കാൻ പോണാണല്ലോ, എടുത്ത് കൊടുത്തേക്ക്. പൈസ നീ വർക്ക് ചെയ്തെന്ന് പഠിച്ചവനെ പാൻ സെറ്റ് ഇട്ട് ഇറങ്ങിയിരിക്കാം കഞ്ഞിക്കാക്ക. മോട്ടത്തുണ്ട്. യെസ്, മുട്ട എഗ് ബിസിനസ് എന്റെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആയിരുന്നു. ആ ബെസ്റ്റ്. ചന്ദ്രത്തിന് കഴിഞ്ഞ മുട്ട ഇക്കവിനത്തെ ഓളാണ്. അവൻ പറയട്ടെ. മുട്ട എന്ന് പറഞ്ഞ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. പൂജ്യത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാമോ? അതിന്റെ SLC ബുക്ക് നോക്കിയാ പോരെ. ഡോൺ ബി സില്ലി മാൻ. ഒരു MBA കാരന്റെ കണ്ണിൽ മുട്ട വെറും മുട്ട. ആ രാവിലെ തന്നെ തുടങ്ങിയല്ലോ MBA കാരൻ തള്ളു. ആന്നേ. തനിക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാല, മണ്ടൻ ബാനു അസോസിയേഷൻ. സ്കൂളായിട്ടാണെങ്കിലും കൊള്ളാല്ലേ. ആ എന്താണ് പോയി പുതിയ മണ്ടത്തരം? മുട്ട കച്ചവടം. അതിന് MBA പഠിക്കണോ? നീ പറ. MBA ഇല്ലാത്താണ് നമ്മുടെ പ്രശ്നം. ഐഡിയ ലാവിഷാട്ട്, പക്ഷെ അത് നടത്തിയെടുക്കാതെയില്ല. അതുകൊണ്ട് എന്ത് പറ്റും? തൊടുന്നൊക്കെ കൊള്ളാം. ഇപ്പൊ കണ്ടില്ലേ ഒരു MBA കാരൻ കൂടെ വന്നപ്പോ സംഭവം സക്സസ്. ഹലോ, ആ ഗുഡ് മോർണിംഗ് ഫുഡ്സ്. എവിടുന്നാ? ആ തമിഴാ. ആ ഓക്കെ ഓക്കെ. തമിഴത്തെ ഹോൾസെയിൽ പാർട്ടിയാ. പെട്ടെന്ന് നിങ്ങൾ ചെല്ലാൻ. അടുത്ത ഓർഡർ എടുക്കാനെന്ന് തോന്നുന്നുണ്ടാ. ഇത്ര പെട്ടെന്നോ? ഹലോ ഗുഡ് മോർണിംഗ് ഫുഡ്സ്. നമ്മുടെ കാര്യം ഇങ്ങനെ എനിക്ക് അമ്പാരിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇക്ക എറണാകുളം മാർക്കറ്റിൽ നിന്നാ. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പാ. ഈ പോക്കോയെ നമ്മളെ പിടിച്ചാ കിട്ടില്ലേട്ടാ. ഇതെന്താണ്? ഇതെന്താണ്? മുട്ട. മുട്ട. ഇത് ഏത് കിളിയുടെ മുട്ടയേട്ടാ? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഇതാണോ മുട്ട? ഇത് ആരുടെ മുട്ടയാ? ആരുടെ മുട്ട? ഞങ്ങളുടെ മുട്ടയല്ല. അതെ. അല്ലേ? നീയൊക്കെ ഇന്ന് രാവിലെ ഇവിടെ ഇറക്കി വെച്ചിട്ട് പോയതാ. 1ഉം 2ഉം മുട്ടയല്ല, 50,000. അതെ, ഞങ്ങൾ തന്നത് കോഴിമുട്ടയാണ്, അല്ലാണ്ട് കിളിമുട്ടയല്ല. ഓ, മുട്ട കച്ചവടം എന്ന് പറഞ്ഞ് കളസോട്ടോണ്ട് ഇറങ്ങിയ പോരാ മോനെ. പണി പഠിക്കണം. ഇല്ലേലേ അണ്ണാച്ചി പണി തരും. മനസ്സിലായില്ല? ഇല്ല. മുട്ട പല സൈസിലുണ്ട്. ഒന്ന് ലാർജ്, അത് സായിപ്പ് തിന്നും. പിന്നെ മീഡിയം, വേണ്ടേ ഇത് നമ്മൾ തിന്നും. പിന്നെ പട്ടിക്കുഞ്ഞിന് പോലും വേണ്ടാത്ത ഒരു ഐറ്റം ഉണ്ട്. വേണ്ടേ ഇത് ബുള്ളറ്റ്. നീയൊക്കെ തന്നത് കണ്ട. മക്കളിത് എടുത്തോണ്ട് പോയി പുഴുങ്ങി തിന്നും. ഇതെന്താ കാക്കമുട്ടെ? ഇത് തന്നെ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ച. ബുള്ളറ്റ് അതിന് പറ്റിക്കാൻ നോക്കണ വിട്ടോ. ഇപ്രാവശ്യം ഒന്ന് പോടാ. അല്ല, ഒരു പ്രാവശ്യം തുച്ഛമായ വിലക്ക് മുട്ട ആർക്കെങ്കിലും വേണോ? മുട്ട 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 ചേട്ടാ 5 രൂപയ്ക്ക് 50 മുട്ട. ചേട്ടാ ഇവിടെ കൂടെ നോക്കട്ടെ ചേട്ടാ. ചേച്ചി ഒന്നിന് 10 പൈസ ഒരു പട്ടിക്കപ്പെട്ടല്ലോ. ചേട്ടാ മുഴുവനുണ്ട്, എന്തെങ്കിലും തന്നോ? മുട്ട 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 വേണോ? മുട്ട 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 വേണോ? മുട്ട കണ്ണും കാണാൻ. നിന്റെ പൊന്ന് ഷാനു മതിയായി. വെറുതെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഒരുത്തനും വേണ്ട. ഇതൊന്ന് ഇറക്കി ഒഴിവാക്കി തരുമോ? നിന്റെ എനിക്ക് തന്നെ പറയാനുള്ളൂ. കാലത്തെ വന്നാണ്, ഞങ്ങക്ക് വീട്ടിൽ പോണം. പിന്നെ എനിക്ക് പോണ്ടേ? ഒന്ന് വാടക തന്ന് ഒഴിവാക്കോ? പഠിച്ചോനെ, എന്തൊരു പരീക്ഷണം. മുട്ടയിൽ കൂടത്തൊന്നും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഒറ്റ ഞാൻ എന്തായിട്ടാണ് ഷാനു പെട്ടെന്ന് ആൾക്കാരെ പിന്നിക്കോട്ടെ. നേരം വിളിക്കൂട്ടാ മൊത്തം. ചാലുകളിയാണെങ്കിൽ എന്താണ്? അയ്യോ, ഒരു മിനിറ്റ്. എന്താണ് ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ? അയ്യേ, ഇത് വേസ്റ്റ് അല്ല സാർ, നല്ല ഫ്രഷ് മുട്ട. പിന്നെ മൊത്തം സാർമാർ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. വെയിറ്റ് 1. കത്തിച്ചു വിട്ടാ അവരെ തൊട്ട് പറയട്ടെ. ഇനി കത്തിച്ച വണ്ടി കത്തും. കർത്താവ് ഈ കുന്ത്രാണ്ട് പൊട്ടിത്തെറിക്കോ? ഷാനു നിനക്കുള്ളത് നിനക്ക് ഒറ്റയ്ക്ക് വാങ്ങിച്ച പോരെ? കിട്ടുന്നതല്ല നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പറഞ്ഞല്ലേ. ഇടി കൊണ്ടൊന്ന് തൂറും. ഇതാ ഒരു ഇത്തിരി വെള്ളം അതിലേക്ക് കൂടി ഒഴിച്ചോട്ടെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കോ? അല്ല, നമ്മുടെ സൈദുക്കാനും മോനല്ലേ? നിർത്തല്ലേ, ഒരാളും കൂടെ വരേണ്ട. അസ്സലാമു അലൈക്കും. കുറച്ച് തിരക്കുണ്ട് കേട്ടോ.
പാവം അവന്റെ വാപ്പ മയ്യത്തായപ്പോ തുടങ്ങി ഓട്ടം. എങ്ങനെ പോക്കണം പകല് ഈ ജീവിതം വല്ലാത്ത പുകില് വല വീശിയൻ പിറകെ വരും കരിപൂശിറങ്ങിയ നിഴല് വല വീശിയൻ പിറകെ വരും കരിപൂശിറങ്ങിയ നിഴല് ഈ കൊച്ചിയൻ. രക്ഷിക്കണം സാറേ, 2 ദിവസം കഴിഞ്ഞാൽ ജപ്തിയാ. ബാങ്കിൽ ചെന്നിട്ട് പറ. സാറേ, ആകെയുള്ള വീടും പറമ്പോ അത് പോയ റോഡിൽ കിടക്കേണ്ടി വരും. റോഡിൽ കിടന്ന വണ്ടി കയറി ചാവും. എടാ, ആകെ 2 ലക്ഷം രൂപയുടെ എനിക്ക് കടം തന്നത്. എടാ, കള്ള. ആരുടെ കുടുംബത്തെ സാറേ ഇപ്പൊ വിളിക്കാട്ടോ. വേലായി സാറേ, സാറ് വൈകി വന്ന അവന്മാർക്ക് അത്ര സൂചിച്ചിട്ടില്ല. ഇനി അവന്മാരെ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ മതി. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ, അത് മതി മാമേ, അവിടെ ഇരിക്കട്ടെ. സാറേ അവരോട് പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ? എല്ലാം റെഡിയാണ് സാറേ, പക്ക. എന്ത് കൊടുക്കേണ്ടി വന്നു സാറേ? 10 ചോദിച്ചു, 3 കൊടുത്തു. അയ്യോ, കല്യാണം അല്ലേ സാറേ? അത്രയും വേണ്ടായിരുന്നല്ലോ. പോട്ടെ, പാമചെന്ന് ജോ സാറിനെ മാത്രം വിളിക്കാം. കൊള്ളക്കളവൻ തെണ്ടി. ജോ സാറേ, 60 ലക്ഷത്തിന്റെ മുതല. സാറിന്റെ കമ്മീഷൻ 2.5. 2.5 എണ്ണിക്കോ. എണ്ണുന്നില്ല, മുഴുവനില്ലെങ്കിൽ സാർ എണ്ണേണ്ടി വരും. കുഴി വേണ 1 ലോഡ് മുട്ട ഇവിടെ ഇറക്കാം. വേണു സാറേ, നിക്കണ കണ്ടില്ലേ നമ്മുടെ ഷാനുമോൻ. ഷാനുമോൻ മണ്ണും വെച്ചു ഇല്ലേ? അത് മുട്ട തിന്നിട്ടായിരിക്കും സാറേ. ഷാനുമോനെ ഇങ്ങ വന്നേ. പൈസ കിട്ടിയോടാ, ചെല്ലു ചെല്ലു. അതൊക്കെ ഷാനുമോൻ തന്നോളൂ ഇല്ലേ? ആളെ പറ്റിച്ചിട്ടൊന്നും നിൽക്കുന്ന ഉപ്പ് കണ്ടില്ല. വേലായുധം സാറിന് കൊടുക്കാൻ ആ എക്സ്പോർട്ടുകാർ തന്ന കമ്മീഷൻ നീ ഒറ്റക്കൊണ്ടെത്തുന്നു അല്ലടാ? തിന്നതല്ല സാറേ, കുറച്ചു നേരത്തേക്ക് മുട്ടയിലേക്ക് ഒന്ന് മറിച്ചതാ. പക്ഷെ മുട്ട പൊട്ടിപ്പോയി. പറ്റിക്കെന്ന് വിചാരിച്ചല്ല സാറേ. മുട്ടയിൽ ലാഭം കിട്ടിയ തിരിച്ചിടാന്ന് വിചാരിച്ചല്ലോ. പക്ഷെ മുട്ട പൊട്ടിപ്പോയല്ലോ. എന്റെ കാശ് കൊണ്ട് മുട്ട കച്ചവടം നടത്തിയ നിന്റെ മുട്ട ഞാൻ പൊട്ടിക്കും. മോൻ പറ, എന്റെ കാശ് എപ്പോഴാ തരുന്നത്? 3 മാസം. ആഹാ, നാളെ തന്നെ എത്തിക്കണം. വേണ്ട, 1 മാസം. 1 മാസത്തെ സമയം തരും. എങ്കിൽ ഷാനു വച്ചല്ലേ പോട്ടെ സാർ. അതെ, ഇനി മുങ്ങിയ മുങ്ങില്ല, മുങ്ങേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഇക്ക നിങ്ങളിങ്ങനെ മുട്ട പൊട്ടി അണ്ണാനമാരി ഇരിക്കല്ലേ? ഞാൻ വേറൊരു ചായ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഇങ്ങനെ ആലോചിക്കായില്ല. സാന്ദ്ര ഈ ഇംഗ്ലീഷ് പറയണല്ലോ. ഹേ ബാബി, ബാബി, how are you? I'm good. Meet Mr. Ka. How are you? Ika is also fine. 2 ബിസിനസ് മാഗ്നറ്റ്സും കൂടെ എന്റെ അവിടെ. കളിയാക്കല്ലേ കൊച്ചെ. ആംബ്രോ എല്ലാ സ്റ്റോറീസും പറയാറുണ്ട്. എഗ് ബിസിനസും പോയല്ലേ? ഹായ് ആംബ്രോ. മേക്കപ്പ് ഒന്നും വേണ്ടേ? അപ്പൊ ഇന്ന് പറയാനുള്ളത് നമ്മുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ഇത്രയും പോപ്പുലറായ ആങ്കറിന് ഇവനെ എന്ത് പറഞ്ഞു കൊടുക്കാൻ? ഇംഗ്ലീഷ് പറയണത് മലയാളം ചാനലല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. റെഡിയല്ലേ സാന്ദ്ര? കോൾ കണ്ടിയാണ്. ഫസ്റ്റ് കോള് നമ്മുടെ സ്റ്റെഫനി കേട്ടാ. റെഡി. വെൽക്കം ടു ദിൽസേ. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് പ്രിൻസ്. പ്രിൻസ്, എന്താ ഈ പ്രോഗ്രാം അറിയാമോ? അറിയാം. ആരോടെങ്കിലും ലവ് ഉണ്ടെങ്കിൽ പറയാനുള്ള പരിപാടിയല്ലേ? യെസ്, ദാറ്റ്സ് റൈറ്റ്. പ്രിൻസ് എവിടുന്നാ വിളിക്കുന്നത്? ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്യാ. കലൂരിന്നാ വിളിക്കണേ. പിന്നെ സാന്ദ്ര, എന്നെ അടുപ്പമുള്ളൊരു പിഞ്ചു എന്നാ വിളിക്കാറ്. സാന്ദ്രയും അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. നമ്മുടെ ഫസ്റ്റ് കോളർ പ്രിൻസ് എന്ന പിഞ്ചു താൻ സ്നേഹിക്കുന്ന കുട്ടിയോട് തന്റെ പ്രണയം ഇപ്പൊ തുറന്നു പറയാണ്. ആ കുട്ടിയുടെ പേര് സാന്ദ്ര എന്നാണ്. സാൻഡ്ര, പിഞ്ചു പറയുന്നത് കേൾക്കുന്നുണ്ടോ? പിഞ്ചു ലവ്സ് യു. പിഞ്ചു, ആ കുട്ടി എന്ത് ചെയ്യുന്നു? ആ കുട്ടിയോട് തന്നെയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്.
April 4th അല്ലേ സാന്ദ്രയുടെ ബർത്ത്ഡേ? എല്ലാ വർഷവും സാന്ദ്രയുടെ ബർത്ത്ഡേക്കും വാലന്റൈൻസ് ഡേയിലും സാന്ദ്രയ്ക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ട്. That's so sweet of you, Prince. ഞാൻ സാന്ദ്രയെ ചിഞ്ചു എന്ന് വിളിച്ചോട്ടെ? Okay. ചിഞ്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. ഐ ലവ് യു സാന്ദ്ര, ഐ ലവ് യു. ഞാൻ പരിപാടി കൊഴിപ്പിക്കാൻ വേണ്ടിട്ട് ഒഴിപ്പിക്കാൻ വന്നു. ജനതയുടെ first caller, Prince-ന് വേണ്ടി ഒരു song. ഞാൻ നിന്നോടൊരു കാര്യം പറയാമെന്നാണ്. നമ്മുടെ കരീമില്ലേ? ഏത് കരീം? നമ്മുടെ ചട്ടുകാലം മമ്മക്കട മോനെ. ആ കരീം. അവനെ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. അവൻ ഗൾഫിൽ നിന്ന് ഷെയ്ക്കിനെ പറ്റിച്ച് കോടികളായി മുങ്ങി വന്നേക്കണാണ് അവൻ. ഞാൻ നിനക്ക് അവനെ ഒന്ന് മുട്ടിച്ചു തരാം. വളയ്ക്കാൻ പറ്റണാണെങ്കിൽ നീ അവനൊന്ന് വളയ്ക്ക്. വളയ്ക്കണ കാര്യത്തിൽ നീ ആള് മിടുക്കനാണല്ല. വീണാ വീണ് വാങ്ങണ വെറുതെ അവന്റെ വാലിരിക്കാൻ കേൾക്കാനായിട്ട്. നമുക്കേ ഈ കരീമിനെ എങ്ങനെ ചാടിക്കാന്നുള്ള തെണ്ടി എന്റെ കൈ കിട്ടും. എന്ത് ചേട്ടാ ചേട്ടാ അതൊരു സ്പ്രേ എടുക്കാ. സ്പ്രേ എടുക്കാ. എന്തുവാണാച്ചി ഇവിടെ സ്പ്രേയും ക്രീമൊന്നുമില്ല. പോ വെറുതെ കാലത്തോലും போய் சொல்ல தானே அந்த ஸ்ப்ரே எந்த கடை மட்டும் தான் கிடைக்குன்னு ஊர்ல எல்லா கடைக்காரரும் சொல்லியாச்சு. இந்த மாதிரி ஸ்ப்ரே അതല്ല அந்த മറ്റേ സ്പ്രേ അല്ല, മറ്റേ സ്പ്രേ இதெல்லாம் முதல்ல சொல்ல வேண்டியதானே. இதவள பറ്റാது வேற இங்க கிடைச்சாச்சு. இங்க இருக்க ஆனா விலை கொஞ்சம் ஜாஸ்தி. ஆமா எவ்வளோ? 1000. விலை ரொம்ப ஜாஸ்தியா இருக்கானே, கொஞ்சம் கம்மி பண்ணுங்க. அதுல அவ்வளவு வராதே. இது ஒரு மணிக்கூரா இன்னும் அப்படி காசு. ஆனா எத்தனை வாட்டி ஸ்ப்ரே பண்ணோம்? ஃபுல் அடிச்சுக்கோ. ஃபுல்லா அடிச்சுக்கோ. 1 hour கலக்கலாம். டேய் வாடா டேய் ஒரு வாரம் லீவடா. வண்டி பார்க்கணும். എടാ മാവാവി പെയിൻ കില്ലറല്ല അത്. അണ്ണന്റെ മേലാസകലം പൊള്ളി പോവും. എടാ 10ന്റെ കാശില്ലാത്തപ്പോ പടച്ചോനാട്ട് കൊണ്ടു തന്ന 1000 നോട്ടിന്റെ കാലം പറഞ്ഞു. വെറുതെയാണാ അത് കണ്ടില്ലേ? ഈ സൈസ് പടങ്ങൾ കണ്ട് കണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേര് മുഴുവൻ ഞരമ്പ് രോഗികളായി. എന്താ ഏതാന്ന് പോലും നോക്കണ്ടല്ലേ അണ്ണന്മാര് സാധനം വാങ്ങിച്ചോണ്ട് പോയത്. എന്റെ വർക്കിച്ചേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഈ സൈസ് പടങ്ങളെ കുറ്റം പറയും. പിന്നെ കമോൺ, ഐ വിൽ എക്സ്പ്ലെയിൻ. കൊച്ചി ഇത്ര മാർക്കറ്റ്. ഇക്കിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സിൽ മറ്റൊരു പടം കണ്ട. 10ാം ക്ലാസ്സിലോ? 7 5 മതി, ധാരാളം. ഇക്കയുടെ കയ്യിൽ ഒരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 4-5 കോടിയായിട്ട് തിരിച്ചുണ്ടാക്കാം വെറും 1 മാസത്തിനുള്ളിൽ. എങ്ങനെ? ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതെന്റെ ഒരു അതിബ്രില്യൻ ബിസിനസ് അപ്രോച്ചാണ്. നമ്മൾ നേരെ ചെന്നൈയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ലൈലയെ കാണുന്നു. ലൈലയെ വെച്ച് പടമെടുക്കുന്നു. ഈ പടം നമ്മൾ റിലീസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ കോടികൾ മഴ പോലെ പെയ്യുകയല്ലേ. കോടികൾ പെയ്യുമ്പോൾ നനയൂലേ? നീ മിണ്ടരുത്. നമ്മൾ ലൈലയെ വെച്ച് പടം ചെയ്യുന്നു. എന്റെ കരീംബായി വെറും 8 ലക്ഷം രൂപ മുടക്കിയെടുത്ത കിളിയോല തുമ്പി. നോക്ക് എത്ര കാശ കളക്ട് ചെയ്ത് നോക്കി. കോടികളാണ്, കോടികൾ. എന്റെ സാറെ പ്രൊഡ്യൂസേഴ്സ് കോടികളല്ലേ വരുന്നത്. എങ്ങനെ ഇറ്റാവാതിരിക്കും? കുളിരല്ലേ, കുളിര്. ഈ ഇത്താത്തയാണ് ഇപ്പൊ ഇന്ത്യൻ താരറാണി. രജനി എണ്ണം കഴിഞ്ഞാ പിന്നെ ഇത്രയും കളക്ഷൻ ഗ്യാരണ്ടി ഉള്ള സ്റ്റാർ വേറെ ഇല്ല. അല്ലടാ? പിന്നെ ഉഗ്രം പടമല്ലേ? എന്താ പെർഫോമൻസ്! മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നോൺ ഷോ ഓടുന്നുണ്ട്. അത് ഹൗസ്ഫുൾ ഷോ. സജിത, രശ്മി, ബിന്ദു, മറിയ, ബബിത. ഇവരൊക്കെ തല പോസ്റ്റ് കണ്ടാണ്ടല്ലോ. പടം ഹിറ്റ്. അതിന് ഇയാള് ലൈലയെ കണ്ടിട്ടുണ്ടോ? ലൈലത്ത് മാത്രമല്ല, രശ്മി, ബിന്ദു, സജിത, മരിയ ഇവരിപ്പോ നമ്മുടെ സ്വന്തം ഷാനുഖ് ഖാൻ തികച്ചു വിളിക്കില്ല. എന്റെ കരീംബായി ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. ബ്ലാക്കിൽ തന്നെ ടിക്കറ്റിനൊക്കെ 100-150 ചോദിക്കണേ. അല്ലേടാ? ആ
സൂപ്പർ സ്റ്റാറുകളൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി വരച്ചിരിക്കാന്നാ കേട്ടെ. പ്രശാന്ത് ഏട്ടനും ലൈല ഇല്ലെങ്കിൽ കാണായിരുന്നു. ഈ തിയേറ്ററുകാരൊക്കെ പൂട്ടി വീട്ടിൽ പോയിരുന്നെ. ഇത്തേടെയും ടീമിന്റെയും ഡേറ്റ് കിട്ടാനായിട്ട് എല്ലാവരും നെട്ടോട്ടോടല്ലേ. പിന്നെ പ്രശാന്ത് ഏട്ടനോട് നമുക്ക് ഈസി ഡേറ്റ് കിട്ടും. പ്രശാന്ത് ഏട്ടനെ മനസ്സിലായില്ലേ? നമ്മുടെ കിളിയോടത്തുമ്പിന്റെ ഡയറക്ടർ പുള്ളിയിലെ ലൈലെ കൊണ്ടുവന്ന് എന്റെ കസിനാ. ചേട്ടാ, എന്റെ ഈ കോണ്ടാക്ട്സും ഫ്രണ്ട്ഷിപ്പും വെച്ച് ഈസി ആയിട്ട് സിനിമ നിർമ്മിച്ച് കോടികൾ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കോണ്ടാക്ട്സ് അല്ലേ ഉള്ളൂ, പണമില്ലല്ലോ. ഉള്ളവനല്ലേ ഉണ്ടാക്കാൻ പറ്റും. എന്റെ ബായി നിങ്ങൾ വെറും 11 ലക്ഷം രൂപ ഇട്ടാൽ 2 കോടി രൂപ പെട്ടിയിലാക്കി ഞാൻ കൈ തരും. 1 മാസത്തോട് ലാഭം 50-50. ഷൂട്ടിംഗ് കഴിഞ്ഞ് അപ്പ കച്ചവട പുട്ടുപോലെ വാങ്ങാൻ ആളുണ്ടല്ലോ. അതുകൊണ്ടാ ചേട്ടാ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 12 ലക്ഷം രൂപ, ബാക്കി ഞാൻ ഏറ്റു. ഷാനുമോനെ, മോനുള്ളതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. പടച്ചോനാണ്, ഞാൻ നുണ പറയാറില്ലല്ലോ. പിന്നെ തെലുങ്ക്, കന്നഡ, മറാഠി, ഹിന്ദി, ചൈനീസ്, ഉറുദു എല്ലാത്തിനും വേറെ പൈസ കിട്ടും. ഇതിന് ഭാഷയില്ലോ ഭായി. അല്ല എങ്കിൽ പിന്നെ ഈ മേടിക്കുന്നവർക്ക് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൂടെ? എന്താണെന്നറിയ ഭായി, അവർക്ക് ഡേറ്റ് ഇട്ടില്ല. ഓ ഓ ഓ ഓ നമുക്ക് പ്രശാന്തേട്ടലുണ്ട് ആ റൂട്ട് അല്ലേ? അങ്ങനെ If you invest 2 lakhs, we will make a good movie and make കോടികൾ. That's all. Very easy. Okay. 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 പിന്നെ പണം മാത്രമല്ലോ കിട്ടാൻ പോകുന്നത്. പിന്നെ അല്ലേ? അതിന് ഇത്രയും കാശ് എന്റെ വേണ്ടേ ഷാനു? ഭാര്യയുടെ സ്വർണ്ണവും പണം എല്ലാം കൂടെ തപ്പിയെടുത്താലും 5 അല്ലെങ്കിൽ 6 ഒപ്പിക്കാൻ പറ്റും. ബാക്കി നീ ഒപ്പിക്കേ. വീട് വിറ്റാലോ? നീ വിക്കേ, രക്ഷപ്പെടെങ്കിൽ നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടാം. പിന്നെ ലാഭം മാത്രം പോരാ. എന്താടോ ഓരോരുത്തന്മാരെ നോട്ടം കണ്ടില്ലേ? നിനക്ക് വല്ല മര്യാദക്കുള്ള ഡ്രസ് ഇട്ട് നടക്കാൻ പാടില്ലേ? ഇതിനെന്താ കുഴപ്പം? ഇത് നിന്റെ ദുബായ് അല്ല. സോ എന്ത് സോ? ഇവിടെ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇട്ടാരും നടക്കൊന്നുമില്ല. മാത്രമല്ല എല്ലാരും കണ്ടോണ്ടേ കയറി കെട്ടിപ്പിടിക്കാറില്ല. ഇങ്ങനെയൊക്കെ നടക്കണം പിള്ളേരെ ഇവിടെ വേറെ രീതിയിലാണ് കാണുന്നത്. ബ്രോ, യു ഇമ്പോസിബിൾ. ഇങ്ങനെ പൊസസീവ് ആവല്ലേ. എന്തിനാ വേറെ ആളുകളെ ഓർത്ത് ഇത്രയും ബോധേഡാവുന്നേ? വാങ്ങിച്ചു പോട്ടോ. കർത്താവേ, കയ്യില് കാശില്ലാത്തോണ്ടാണ്. കിട്ടുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് കത്തിച്ചോളാട്ടാ. ടച്ചിന് മറ്റൊരു പിൻഗാമി കൂടി. ഇനി മുതൽ ഒരു ആംബ്രോസ് ടച്ച്. ആംബ്രോസ് ടച്ച്. ഇവൻ കുട്ടിയല്ലേ? ഇവൻ ഈ സിനിമയൊക്കെ ചെയ്യാൻ പറ്റുമോ? നല്ല ചോദ്യം. ഇവൻ ആരാണെന്ന് അറിയൂ? കമല്, സത്യനന്ദിക്കാട്, ഷാജി കൈലാസ്, അങ്ങനെ മലയാളത്തിലെ പല ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പാർട്ടിയാണ്. അതിന്റെ ജാട വല്ലവനും ഉണ്ടോ നോക്കൂ. ഉണ്ടോ? ഉണ്ടോ? കണ്ടാ പറയില്ല ഏട്ടാ. തേന്മഴ, തിരുമധുരം, ട്യൂഷൻ ടീച്ചർ, ഡ്രൈവിംഗ് സ്കൂൾ കണ്ടിട്ടുണ്ട്? അയ്യേ. എന്നാ കാണണം. ഇതൊക്കെ കോടികൾ വാരിയ സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെ തലയാ? ആരുടെയാ? ഈ കുട്ടി. പക്ഷെ സംവിധായകന്റെ സ്ഥാനത്ത് ഇവന്റെ പേര് വരൂല, വേറെ പേര്. നാട്ടുകാരത് ഞാൻ മോശമല്ലേ? എങ്ങനെയുണ്ട്? അതെ, മണ്ണിന്റെ പൂച്ചയാണെങ്കിലും മരത്തിന്റെ പൂച്ചയാണെങ്കിലും എലിയെ പിടിച്ചാ മതി, എനിക്ക് കാശ് കിട്ടണം. അതെ സാർ, പറഞ്ഞേ. അപ്പൊ ഷാനുമോൻ ഒരു കാര്യം ചെയ്യും. വേലായുധ സാറിന് കൊടുക്കേണ്ട 4 ലക്ഷം, അതിന്റെ കൂട്ടത്തിൽ സാർ ഒരു 6 ലക്ഷം കൂടി തരും. അപ്പൊ മൊത്തം 10 ലക്ഷം. പിന്നെ ഷാനുമോനും കൂടി ഒരു 2 ലക്ഷം ഇടണം. ഷാനുമോനൊരു ഉത്തരവാദിത്വം വേണ്ടേ? ലാഭം കിട്ടിയ പപ്പാന് 1 കോടി എനിക്ക്, 1 കോടി ഷാനുമോന്. സമ്മതാണ് വേണം സാറേ. ആ കടലാസിലൊന്ന് വരപ്പിച്ചേക്ക്. ഷാനുവേ, അപ്പൊ 1 കോടി ഉറപ്പല്ലേ?
എന്താ നമ്മളെ പടത്തിന്റെ കഥ? കഥ ഈ പടത്തിന്റെ കഥയിലൊക്കെ എന്ത് കാര്യമല്ലേ? അതെ. ആരാ നമ്മുടെ നായിക? പറഞ്ഞില്ലേ ലൈല. പോരാ, ബിന്ദു, രശ്മി, പ്രീത, മരിയ ഒക്കെ വേണം. അല്ല, മൾട്ടി സ്റ്റാർ ആവുമ്പോ ബഡ്ജറ്റ് കൂടും. എന്റെ ഷാനു, ഞാൻ ഇന്നലെ രാത്രി ഒരു പടം കണ്ടായിരുന്നു. ഈ പറഞ്ഞ മൊഞ്ചത്തുകളെല്ലാം അതിലുണ്ട്. ഓ, 11 kV ലൈനി പിടിച്ചതുപോലെയുണ്ട്. കുളിയില്ലേ? അതേ ഉള്ളൂ. പിന്നെ അരക്കലും നിലം തുടക്കലും പിന്നെ 2 ബലാൽ. ബലാല? ബലാത്സംഗം ഇല്ല രാംബ്രോ. ബലാലുണ്ട്. കൊള്ളാം, പൊളിച്ച്. കള്ളി മുണ്ടും ചോന്ന പ്ലസ് ഉണക്കി നല്ല പൊളിക്കും കേട്ടാ. നമ്മളെ ലൊക്കേഷൻ എവിടെയാണ്? മൂന്നാർ. പിന്നെയും പൊളിച്ച്. ഞാൻ മനസ്സ് ഉദ്ദേശിച്ച അതേ സ്ഥലം. ചൂടുള്ള പടം പിടിക്കും, തണുപ്പ് നല്ലതാ. ഇയാളല്ലേ ഡയറക്ടർ? അതെ. ഇവന്റെ വായിലെന്താണ്? നാവില്ലേ? എന്തെങ്കിലും പറയടോ, ചുമ്മാ വായി നോക്കിയിരിക്കാതെ. അല്ലാതെ ഇവൻ മനസ്സിൽ കഥ കുട്ടിക്കാണല്ലോ. പടത്തിന്റെ കുറച്ച് അഡ്വാൻസ്. ഈ പടം തുടങ്ങണേ മുമ്പ് ആൾക്കാർ ഇന്റർവ്യൂ ഒരു പരിപാടി ഇല്ലേ, അതിനെന്തായി പറയണേ? ഇന്റർവ്യൂ, കാസ്റ്റിംഗ്. അത് തന്നെ. കൊച്ചുള്ള കാസ്റ്റിംഗ് അറിയേണ്ടത് മനസ്സിലായോ? ഇന്റർവ്യൂ ബോർഡ് നമ്മളൊക്കെ ഉണ്ടാവൂല്ലേ? നിങ്ങളല്ലേ ബോർഡ് ചെയർമാൻ. എന്താ നമ്മൾ ഇവരൊക്കെ ഒന്ന് കാണാൻ പോണത്? ഇക്കടെ എല്ലാ കാര്യങ്ങളും ഡയറക്ടർ സാറിനോട് പറഞ്ഞാൽ മതി. അതിപ്പോ സജിതയായാലും ബബിതയായാലും ബിന്ദു ആയാലും ഒക്കെ തരും അല്ലടാ? ആണോ? ഇവരൊക്കെ എങ്ങനെ ഫുൾ പാക്കേജ് വരുമോ? ഫുൾ പാക്കേജ്. ഇപ്പൊ ഇങ്ങനെ അഡ്വാൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോറ്റെങ്കിൽ ഒന്നുണ്ട്, ബാക്കി ഷൂട്ടിംഗ് സമയം ഡബിൾ ഓക്കെ. ഷാനു, ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. ഇതിന്റെയൊക്കെ ആവശ്യം 1 കോടി ഉറപ്പാണല്ലേ? പിന്നെ ഉറപ്പല്ലേ? ഒപ്പിട്ടോ, ധൈര്യം ഒപ്പിട്ടോ. നാളെ മുതല് ജിമ്മി പോണം, നടുവിന് ഒരു പിടുത്തം. തിരുമല നല്ലത്. ഈ പിഴിച്ചില്ലേ? ആണോ? നല്ലതാ. അതെ അതെ, ശരി എന്നാ. നിക്കാഹിന് ബിരിയാണിയും പന്തലും റെഡി. ചെറുക്കം മാത്രം വന്നില്ല എന്ന് പറഞ്ഞ മാതിരിയല്ലോ പഠിച്ചോനെ. കാശ് ഇറക്കാനുള്ള ആള് റെഡി. ഈ ലൈലെ ഞാൻ എവിടെ പോയി കൊണ്ടുവരും? ഒരുമാതിരി പരിപാടിയായി കാണിച്ചത്. എന്ത്? പിന്നെ ഞാൻ ഇതിനെന്തിനാ പറഞ്ഞ? എടാ, ഇത് കാശടിച്ച് മാറ്റാനുള്ള ഒരു നമ്പർ അല്ലേ? സത്യത്തിൽ ഇവളുമാരൊക്കെ ഇപ്പൊ എവിടെയായിരിക്കും? കിടന്ന് ഉറങ്ങായിരിക്കും അല്ലേ? എന്നാ ഒന്ന് വിളിച്ചു ചോദിക്കും. വിളിച്ചു ചോദിക്കും എവിടെയാന്ന്. വിളിച്ചു ചോദിക്കാൻ അവളുമായിട്ടൊക്കെ നമ്പർ അറിയണ്ടേ? കർത്താവേ, ഇതുപോലെ അറിയാതേണ ഇക്കത് മുട്ടക്കളിയല്ലേട്ടാ, ബോംബാണ് തരല വെച്ചേക്കണത്. പറഞ്ഞില്ലെന്നുണ്ട് ഇത് പൊട്ടും, അവിടെ കിടന്ന് പൊട്ടും. അതെ, പേടിച്ചിട്ടാണ് ഓടുന്നത്, ഓടിച്ചിട്ട് പേടിപ്പിക്കരുത്. മനസ്സിലായ? പഠിച്ചോനെ സബൂറാക്കി തരണേ. സജീർക്ക് ഫോൺ അടിച്ചെടുക്കരുത്, ഒറ്റടിക്ക്. അയങ്ങല്ലേ മാനുഷാനി മണ്ണിന്റെ മായകളിൽ മാണി മന്ദിര. മയങ്ങല്ലേ മാനുഷാനി. ഹലോ, സജീറല്ലേ? യെസ്, സജീർ. ആരാണ്? മച്ചാനെ, ഞാൻ ആംബ്രോസ്, എറണാകുളത്തുള്ള. ഏതാംബ്രോ? ഏതാംബ്രോ? മഹാരാജ് കോളേജിൽ ഉണ്ടായിരുന്നു. മഹാരാജാ? ഏത് മഹാരാജാ? എടോ, തന്റെ ലൈനില്ലേ ബബിതയ്ക്ക് ലെറ്റർ ഒക്കെ കൊണ്ടേ കൊടുത്തേ? ഞാനല്ലേ, ഓർമ്മയില്ല? ആംബ്രോ. ഏത് ബബിത? ഏതാംബ്രോ? മച്ചാനെ, നല്ല കാണാൻ വെളുത്തിട്ട് ലുക്കായിട്ട് ചുരുണ്ട മുടിയൊക്കെ നീട്ടി വളർത്തിട്ട് ഇപ്പൊക്കെ വെട്ടിക്കളഞ്ഞ്. എടോ, നമ്മള് ഫൈനൽ ഇയറിലെ ആൽബം പിടിച്ചൊക്കെ ഓർക്കണ്ട. ഹലോ, തെരിയില്ലേ? നിങ്ങൾക്ക് ആരെയും വേണ്ട, നിങ്ങൾ നമ്പർ നോക്കിട്ടാണ് വിളിക്കുന്നത്. എടാ, നീ വിളിച്ച കാര്യം പറ. ഹലോ, ഇത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സജീർ അല്ലേ? ആന്ന്. ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഒന്നാലോ പറഞ്ഞേ. ഹലോ, ഡെയിലി ഓരോ ഇങ്ങനെ വിളിച്ചോണ്ട് കൂടെ ആരാന്ന് വിചാരിച്ചിട്ടാണ്, ഒന്നും മനസ്സിലാവാറില്ല. അല്ല, നമ്മുടെ ഒരു ദോസ്താ, ഞാനാണ് ഡയറക്ടർ. അതിനിടയിൽ നീ എങ്ങനെ ഡയറക്ഷനൊക്കെ പഠിച്ച്? അല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഈ പോസ്റ്റിലെ വഴിയൊക്കെ. ഓ, അത് നന്നായി. അപ്പൊ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആണല്ലേ? പിന്നെ നമുക്ക് ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പൊ ഞാൻ ഈ നമ്മുടെ പ്രൊഡ്യൂസറെ ഒന്ന് കൊടുക്കട്ടെ? കൊടു. ഹലോ സൈദ് ഭായ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അത് ഭായ്, ലൈലയാണ് നമ്മുടെ ഹീറോയിൻ. ഹായ്,
അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങളുള്ള പൈസ ആയിട്ട് ഇങ്ങോട്ട് കയറിക്കോ. ബജറ്റ് കാര്യം പേടിക്കേ വേണ്ട കേട്ടാ. എല്ലാം നമുക്ക് ശരിയാക്കാം. അത് കയറുമെന്ന് വിളിച്ചത്. ഓക്കെ താങ്ക് യു ബൈ. ഓക്കെ വേഗം വാ. എൺപക്കൽ ബന്ധുള്ളേ ബന്ധത്തെ കേൾവിയിലെ എന്നും മുട്ട വന്നിട്ടു ഞാൻ മേൽമേലാസറിനും കൂട്ടിയിലായി ചെല്ലുമ്പോ. ഷാനു നമ്മളെയാണല്ലോ കണി. നന്നായി, എല്ലാം വിചാരിച്ചാലും വേഗം നടക്കും. അടുത്ത മാസമാണ് നിക്കാഹേ. കത്ത് തരാൻ വന്നതാ. എന്തിനകത്തൊക്കെ ഞാൻ എടുത്തോണ്ടിരുന്ന കൊച്ചല്ലേ. ഇവളുടെ നിക്കാഹ് നമ്മൾ പൊളിക്കും അല്ലേ? വണ്ടി സമയം എന്നാ ഷാനു വിട്ടോ. പോയിട്ട് വരട്ടെ അമ്മ. ശരി എന്നാ. നീ മമ്മയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഓന്തക്കിട്ട് കുത്തു ഞാൻ മണ്ടത്തങ്ങനെ വിളിച്ചു പറഞ്ഞു. ആര് ചോദിച്ചു കഴിഞ്ഞാലും കമൽ സാറിന് അസ്റ്റേം പോയിക്കോണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നീ സാന്ദ്രയുടെ അടുത്തും പറഞ്ഞിട്ടില്ലേ? കാല് ഞാൻ പിടിക്കണം. കഴുത അത് ഞാൻ ചെലവാക്കാതെ നോക്കിക്കോണേ. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. അപ്പൊ എല്ലാം പറഞ്ഞു ചെല്ല്. സാറിങ്ങോട്ടാ? സാറിങ്ങോട്ടാ? മദ്രാസിലേക്ക്. എന്തിന്? ഷൂട്ടിംഗ് തുടങ്ങി പടം തീരും വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ടോ. ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അംബാനിക്ക് മണ്ണെണ്ണ പിടിക്കാൻ പോണ്ട കാര്യമുണ്ടോ? എന്താ ബായി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? ഒരു നല്ല കാര്യത്തിന് മുമ്പാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ചേക്കണേ. ഞങ്ങൾ മദ്രാസിലത്തെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ആദ്യത്തെ വിളി ബായിക്കായിരിക്കും. ഷാനു എന്നെ മറക്കുവോ? എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഒന്ന് ചിരിച്ചേ. മതി മതി. തീരുമാനം ഓർത്തോണം. ശരി, ഒന്ന് നിൽക്കണേ. ഇനി പോവാം. വെറുതെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് പോകാൻ പോകുന്നല്ലേ? ഇതാണല്ലേ മറ്റേ മറീന ബീച്ച്. നമുക്ക് അവിടെ പോയിട്ട് സാപ്പിടല്ലേ? ഒരു ഫ്രെയിമാണ് ഇവിടെ, എന്ത് വെച്ചാലും ഫ്രെയിമാണ്. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ, ബാലാജി. ബാലാജിയാ? അത് രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദില്. ഇത് AVM, ഇതിപ്പോ ചെന്നൈയാണ്. ഇത് രണ്ടെണ്ണം ഒന്നുകൂടെ അടുത്ത്. ഇതുപോലെ രണ്ടെണ്ണം ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ. എന്റെ മനുഷ്യ യൂട്ടേൺ എടുത്ത സജീറെ എത്ര നാളായി കണ്ടിട്ട്. ഈ താടിയൊക്കെ വെച്ച് വെളുത്ത് ലുക്കായിട്ടാ. നീ വെളുക്കും കുറച്ച് ദിവസം കഴിഞ്ഞ. ഇത് സജീർ അല്ല, ഇത് പ്രൊഡ്യൂസർ ഷാജഹാൻ. സിനിമവാരിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാണും. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഹലോ, ഹായ്. ആരത്? ഇത് നമ്മുടെ മേനോൻ. എന്തുറ്റി? വേണുഗോപാലൻ മേനോൻ. ഐ ആം വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഓഫ് ദിസ് മൂവി. പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞങ്ങള് മെയിൻ പ്രൊഡ്യൂസറും ഷാനൊക്കെയാണ്. എടാ അതൊക്കെ എടുത്ത് നോക്കടാ. അത് ഇവരാണ്ടാ നിങ്ങളെ നോക്കാൻ പോണ. എടാ എല്ലാ കാര്യം നോക്കണം കേട്ടോ. എടുത്തോ, പോയി കയറിക്കോ. പാടൊക്കെ ചെയ്യാൻ പോണല്ലേ. സിനിമ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വീട് പണിയുന്ന പോലെ ആദ്യം തറ പണിയണം. തറാന്ന് പറഞ്ഞാൽ തിരക്കഥ. നല്ല അടിപ്പം റൊമാൻറ്റിക് ത്രില്ലർ എവിടെയുണ്ടല്ലോ. എവിടെ? ബീഫിനോട് പ്രത്യേകിച്ച് വിരോധം എന്തെങ്കിലും? ലോലിത, 7 Years Itch, ബേസിക് ഇൻസ്റ്റിങ്, പിന്നെ വൈശാലിയാണ് മെയിൻ റെഫറൻസ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അഡാപ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. നിങ്ങളിൽ എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞ? 12. ഒരു 12 ലക്ഷം. 12 ലക്ഷം. ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് എത്രയെന്ന് അറിയോ ആംബ്രോസിന്? കോടികളാണ്, കോടികൾ. അതും അന്ധകാലത്ത്. ഇത് ചില്ലറ പൈസ ആയിട്ട് ഇറങ്ങിയിട്ട് ഭരതൻ ടച്ചിനൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമില്ലട്ടോ. അതും പുതിയൊരു നല്ല പ്രൊഡ്യൂസറും ഒരു പുതിയ ഡയറക്ടറും. ഇവനാ പുതിയ ഡയറക്ടറാ. തിരുമധുരം, ട്യൂഷൻ ടീച്ചർ, ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ എത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ ആളാണെന്നറിയോ? ഇവന് സിനിമയുടെ LL ഇല്ല, അറിയോ? ചോദിക്ക്. അപ്പൊ ഇവൻ കമലിന്റെ സത്യനന്ദിക്കാരന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞതോ? അവർ കേക്കണ്ട. എപ്പോ? ഡോണ്ട് മേക്ക് മീ ഫൂൾ.
ലൈലയിലൂടെ ഡിന്നർ കഴിച്ചിട്ടുണ്ട്, മരിയയിലൂടെ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. ധാരാളം കൊള്ളാലോ. ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നീയൊക്കെ സിനിമ എടുക്കുന്ന എനിക്കൊന്ന് കാണണം. വേലായുധ സാറിനെ വിളിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. ഇതും കൂടെ തീർത്തിട്ട് വിളിച്ചപ്പോരെ. സാർ ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. ഇനി പറ. ഇമാതിരി കഥയൊക്കെയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈൽ തന്റെ ഏറ്റവും കിട്ടാൻ പോകല്ലോ. ലൈല വേണം, നല്ല പടം ഹിറ്റാവുള്ളൂ. ഹിറ്റാവണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ലൈലത്ത് ഓടി ഇന്നാ പിടിച്ചോ പറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ വേണം. ഇമാരി ഇവിടെ പിടിക്കാനാണ് ഞാനില്ലാട്ടോ. ഭരതൻ ക്ലാസിക് പോലൊരായിട്ട് വേണം എന്റെ മനസ്സിലുള്ളത്. എടാ ഇത് പ്ലീസ് അല്ല, മാസ്റ്റർ പീസ് വിത്ത് ആംബ്രോസ് ടച്ച്. ഓക്കെ, നീ മിണ്ടരുത്. നട്ടാമുളക്കാത്ത നുണയം പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട്. സജീറെ, ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അതങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ശരിയാവും. നീ മിണ്ടല്ലേ. ആരാണ് അങ്ങനെ ഒരു റൈറ്റർ? VT ശങ്കർ. ബോംബെ ഫിലിം സിറ്റിയൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ടുണ്ടോ? ഇല്ല, അതല്ലേ കാണണമെന്ന് പറഞ്ഞേ. എത്ര റൈറ്റാ? ഏതാവത് പുതുസ പടം ഇരുന്നാ സൊല്ലുങ്ക. ഇല്ല പറയില്ല. ഇതാണ് അമരാവതി ലോഡ്ജ്. നമ്മുടെ സിനിമാക്കാരെല്ലാം ചെറുപ്പത്തിൽ അല്ല പണ്ട് മുതലേ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വാ, ഒന്നും പേടിക്കാനില്ല. കേറി വാ. ഹലോ അണ്ണാ, സുഖല്ലേ? എന്തെങ്കിലും ചെറു പൈസ 20 രൂപ എടുത്തേക്ക്. ഡാൻസ് മാസ്റ്റർ പ്രഭുദേവനൊരു ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. വിക്രാണ്ട വീട്ടിൽ സാർ റൂമിൽ നിൽക്കാം. 2 റൂം ബുക്ക് பண்ணி இருக்கு. எந்த பேர்ல சார்? என்னோட பேர் தான். ஹலோ சார், வணக்கம். என்ன பண்ணிட்டு இருக்கு? ஷூட்டிங் நடந்துட்டு இருக்கு சார். பாடி ஃபிட்னஸ், பாடி ஓகே, ஓடிக்கோ. ஹலோ பாய்ஸ், ஹவ் ஆர் யூ? Thank you. കാക്കത്തന്നെ കളിക്ക്. അന്തേരിയിലെ ഹോട്ടലൊക്കെ ഒന്ന് കാണാം. ബ്ലൗസ് കുറച്ചുകൂടി ഇറക്കി വെട്ടണം. ഇനി വെട്ടിയ ഇത് ബ്രൈസർ ആയി. ഫാക്ടറിയാണ് ഇതിന്റെ. സ്ക്രീൻ ടെസ്റ്റാ? ആമാ സർ. അപ്പോൾ ലൈലിനുള്ള ഒരു പരിപാടിയില്ല. ക്ലൈമാക്സിൽ നായകൻ മരിക്കണം. മരിക്കുകയോ മരിക്കാതിരിക്കുകയോ. നമസ്കാരം. പക്ഷെ നായകയുടെ കുളി 3 മസ്റ്റാ. അങ്ങനെ ആദ്യം അവൻ പോയി കുളിക്കില്ല. സീരിയസ് ഡിസ്കഷൻ ആണല്ലോ. മൈൻഡ് ചെയ്യട്ടോ. വാ. അയ്യോ, ഭയങ്കര ഇട്ടായിട്ടോ. 8 വരെ ഈ ഓട്ടം ചാട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. എന്ത് ചേട്ടൻ? ഈ മാതിരി ചാട്ടം. അതിൽ നിന്ന് കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ ഞാൻ എന്നും ഒരു കള്ളനാണയമായി കഴിയണമെന്നാണോ? തിരക്ക് കൂട്ടില്ലേ? ഈ ആർട്ട് ഫെസ്റ്റിവൽ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ഈ ബ്ലാക്ക് മണിയെ ഞാനൊരു വൈറ്റ് മണിയാക്കും. പൊന്നേ, എന്റെ മുത്തേ. നമ്മുടെ പുതിയ ആർട്ടിസ്റ്റാ. ഞാനിവിടെ ഡയലോഗ് ഒന്ന് പഠിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് സജീർ ടോപ്പ് കണ്ടോ? സൂപ്പർ. ജൂലിയ പോയിക്കോട്ടെ. ഹലോ ശങ്കരേട്ട, ഇതാണ് നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ ഷാജഹാൻ. ഇത് ഡയറക്ടർ ആംബ്രോ. I am Venu. Venugopal Menon. I am one of the producers of this movie. Hello. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ റൈറ്റർ VT ശങ്കർ. Which movies? തേന്മഴ. ഓ, ഞാൻ ഇമാതിരി വൃത്തികെട്ട സിനിമകളൊന്നും കാണാറില്ല. പക്ഷേ സാറിന്റെ ലേഡീസ് ഹോസ്റ്റൽ ഞാൻ മരിച്ചാലും മറക്കില്ല. 8 പ്രാവശ്യമത്തെ കണ്ടിട്ടുണ്ട് ഞാനും. എത്ര മനോഹരമായ ഡയലോഗുകളായിരുന്നു. ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റണേ? ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. ആര്? ഏതോ ഒരു അജ്ഞാത ശക്തി. സാറിന്റെ വൈശാലിയിലെ റൊമാൻസും വളരെ ടച്ചിങ്. അതെ, വൈശാലി എഴുതുക MT ആണ്, VT അല്ല. ശങ്കരേട്ട, ശങ്കരൻ എഴുതിയ നല്ലൊരു സ്ക്രിപ്റ്റ് ഇവർക്ക് വേണം. അനിയ, ആ ഇരിക്കുന്നത് മുഴുവൻ സ്ക്രിപ്റ്റുകളാണ്. ഒരെണ്ണം മതി, പക്ഷെ ക്ലാസിക് ആയിരിക്കണം. ലേഡീസ് ഹോസ്റ്റൽ പോലെ. ഇവിടെ ക്ലാസിക്കുകളേ ഉള്ളൂ. ക്ലാസ് കിട്ടും. ക്ലാസിക് പിള്ളേരെ പോലെ കുടിക്കരുത്. അത് ക്ലാസിക്കല്ല. അതുമല്ല. അത് ക്ലാസിക് ആയതുകൊണ്ടാ. ആരാ ആർട്ടിസ്റ്റ്? അപ്പൊ ഇത് മതി. ഒരു ഉഗ്രൻ മെട്രോ സിറ്റി സബ്ജക്റ്റാ. എന്താ കഥ? കഥ ഒരു പാവം നിഷ്കളങ്കനായ കോളേജ് പയ്യൻ. അവൻ തന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ അവനെ വഞ്ചിക്കുന്നു.
പിന്നെ മുഴുവൻ സ്ത്രീകളോട് അവന് വെറുപ്പാകുന്നു. ഓരോ സ്ത്രീകളെയും വശത്താക്കി ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നു. അങ്ങനെയുള്ള ഒരു പാവം നിഷ്കളങ്കനായ ചെറുപ്പക്കാരന്റെ കഥയാണ്. കൊള്ളാം ചേട്ടാ, സൂപ്പറാണ്. ഇത് ഒരുപാട് കേട്ടാൻ സ്കോപ്പുള്ള സൂപ്പർ സബ്ജക്റ്റ് ആണ്. വെറുതെ ചേട്ടൻ ഈ അവാർഡ് കിട്ടണ. സാഹിത്യത്തിലെ MT ആണെങ്കിൽ സിനിമയിൽ VT, അതാണ് വെപ്പ്. അല്ല ചേട്ടാ, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരമില്ല. സജീര, ഞാൻ എന്റെ കഥയൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലോലിത, ബേസിക് ഇൻസ്റ്റിങ്ക്ട്, അല്ല ഈ രതിനിർവേദം, തകർന്നേറായി പോവും. ചേട്ടാ, ക്ലാസിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇതുപോലെ പരിപാടിയല്ല. അതെ, നിന്റെ ഫസ്റ്റ് പടമല്ലേ, വലിയ ഡയലോഗ് അടി വേണ്ട. ഒരു ക്ലാസിക്കൽ സാധനങ്ങൾ തരും, അത് ചെയ്ത് കൊളവാക്കേണ്ടിരുന്ന മതി. അറിയാത്തോണ്ടാണ് അവൻ ആദ്യമായിട്ട് സിനിമയുടെ ABCD അറിയില്ല. നല്ല സബ്ജക്റ്റ് ഒന്നും ഈ ഒരു ഉണ്ടായിരിക്കാൻ പറയാട്ടാ. എന്റെ മനസ്സിൽ ഒരു ക്ലാസിക് സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഒരു വില്ലേജ് ആണ് പശ്ചാത്തലം. വില്ലേജ് ആണ് ഈ പൊളിക്കും. സത്യം. ഒരു ത്രെഡ് പറയാം. അവസാനം സ്റ്റാൻഡേർഡ് കൂടിപ്പോയി എന്ന് പറയുന്ന കുറ്റം പറയരുത്. മഹാനായ ഒരു ശില്പിയുടെയും അദ്ദേഹത്തിന്റെ അതിസുന്ദരികളായ മോഡൽസിന്റെയും കഥയാണത്. ശങ്കരേട്ടാ, കലക്കി സൂപ്പർ ഹിറ്റ്. അടുത്ത ഹിറ്റ് ഷാനുമായി നമുക്കിത് മതി. ഓരോ ശില്പത്തിനും ഓരോ മോഡൽ, മൊത്തം കിടക്കും. ലൈലയും രശ്മിയുമാണ് ഞാൻ ലീഡ് റോളിൽ ഉദ്ദേശിക്കുന്നത്. താൻ അവരെ ഡേറ്റ് പിടിച്ച് ബ്ലോക്ക് ചെയ്തോളൂ. അവരോട് കഥ പറയണ്ടേ? വീട്ടിൽ കഥ പറയാറില്ല, എഴുതാറേ ഉള്ളൂ. ഷാനുഭായ്, ഒരു ഐശ്വര്യമായിട്ട് ഒരു 5000 രൂപ പോക്കറ്റ് വെച്ചു കൊടുത്തേ. അപ്പൊ ഓക്കെ, സ്ക്രിപ്റ്റ് തീർത്തിട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ, നടന്നോ, നീ ആക്ഷനൊക്കെ പറഞ്ഞു പഠിക്കുക. ഞാൻ എന്തോടെ വെച്ച് മറന്നിട്ടാ. എന്റെ 2500 കൂട്ടന്നെ ഒരു ജാടയാവാം, പക്ഷെ 2000 മതി. ഇത്ര പാടില്ലട്ടാ. അവന്മാരെ തിരിച്ച് പെട്ടെടുത്ത് പോയാലേ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ആ പയ്യന്റെ മുമ്പിൽ ഞാൻ സൈൻ ചെയ്തിട്ടാ. ഉള്ള വിവരക്കിടക്ക് വെച്ച് എന്തെങ്കിലും എഴുതാൻ നോക്കിക്കോട്ടാ, ഞാൻ പോയിട്ട് പോരും. 500 പോന്ന് വാടക കൊടുത്തിട്ടാ. ഒന്ന് പോ. കിട്ടിട്ടാ വേണു സാറേ, നിങ്ങൾ ആ മുതലാളിയിൽ നിന്ന് വിളിച്ച ബാലൻസ് ക്യാഷ് ഒന്ന് അയക്കാൻ പറ. ആര് വേലാതിനോ? ആ ചെറ്റേന്റെ പട്ടി വിളിക്കും. ആ ചെറ്റയുടെ പൈസ കൊണ്ട് ഈ കഴിച്ചോണ്ടിരിക്കണേ ഒലക്ക. അവന് വേണ്ടി രാവും പോലും അധ്വാനിച്ചിട്ട് അവനെനിക്കിരുന്ന് ശമ്പളത്തിലാ നിനക്കറിയും. പുറത്തു പറയാൻ കൊള്ളില്ല. അഴിയൻ ഇങ്ങനെയെങ്കിലും മുതലാക്കട്ടോ. അപ്പൊ പ്രതികാരാണ്. വിഷമുണ്ട് ഷാനും. കള്ളു തീർന്നു. നിനക്കറിയോ, 15 വർഷമായി ഞാൻ ആ ചെറ്റയ്ക്ക് വേണ്ടി കഷ്ടപ്പെടും. 10 പൈസ അയാൾ എനിക്ക് വെറുതെ തന്നിട്ടില്ല. പക്ഷെ ഇന്നലെ വന്ന കരിമ്പൂതുണ്ടല്ലോ, ആ ഭാമ, അവളുടെ പേരില മൊത്തം കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അവളുടെ പടം കൊണ്ട് അയാൾ ഈ പടം പിടിക്കുന്നത്. ആ ചെറ്റ ഗതി പിടിക്കില്ലടോ. ഈ പടം പൊട്ടി പൊളിഞ്ഞ് പണ്ടാരടങ്ങിപ്പോ. അങ്ങനെയൊന്നും പറയില്ലേ. സോറി. മോനെ, നീയൊക്കെ നാറിയുമായി ബിസിനസ് ചെയ്യുന്നത് നിന്റെയൊക്കെ കട്ടകാലത്തിന്. എന്തായാലും തുടങ്ങിപ്പോയില്ലേ. ചേട്ടൻ വേലായിട്ട് ഒന്ന് വിളിക്കും. ഇല്ല, ഈ പടം പാതി വഴിക്ക് നിൽക്കും. ഒരു പൈന്റ് പറ. അണ്ണേ, ഒരു ക്വാർട്ടർ. 3 കൊടുത്തില്ലേ വേണു സാറേ? പിള്ളേര് പടം പിടിപ്പിൽ തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കൊടുക്കാം. എന്റെ വേലായുധ സാറേ, നമ്മൾ വിചാരിച്ച പോലല്ലേ ഉമ്മാര്. ആണോ? ഉമ്മാർക്ക് ഇവിടെ നല്ല പിടിപാടാ. ഞങ്ങളെ ഇപ്പൊ ലൈനയുടെ ഡിന്നർ എനിക്ക് പുറത്തു വന്നതേ ഉള്ളൂ. ലഞ്ച് ഡിന്നർ രാത്രി. നമ്മുടെ പടത്തിന്റെ കാര്യം എന്നായി വേണു സാറേ? അയ്യോ, പടം കിട്ട ഇറങ്ങും മുമ്പേ കിട്ട, അതുറപ്പാ. എന്റെ സാറേ, മാർവാടികളും തമിഴന്മാരും പടം വാങ്ങിക്കാൻ ഇപ്പോഴേ തള്ളല. വേണ്ട വേണു സാറേ, ഇപ്പൊ തന്നെ കൊടുക്കണ്ട. പണം തീരട്ടെ, എന്നിട്ട് നമുക്ക് നല്ല വിലക്ക് വിൽക്കാം. എന്റെ സാറേ, പണം ഇപ്പോ കൊടുത്താലും ലാഭം കിട്ടും. വേണ്ട 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 വേണ്ട, കാശ് തന്നെ തീറ്റടിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. കള്ളക്കളവൻ എന്റെ അടുത്താ കളി. കാശിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു വരും. കാശ് നാളെ ഒരു ഉറപ്പാ.
നീ നാളെ അയാളൊന്ന് വിളിക്കും. താങ്ക് യു മനു സാറേ. ഒരു ഫൈറ്റ് കൂടെ പറ. ഫൈൻഡ് അല്ലേ? വാ. Hi, how are you, sir? Hello, Raju. I am fine. How about you? I am fine, sir. Raju, when are you going to Olympics? Next week, sir. Okay. Hey, Julie. Meet Mr. Raju. Raju, this Hello. is Julie. Hi, Julie. Hello, sir. I know him, sir. I am his big fan. We all Indians are waiting you win gold medal in this Olympics for 50 meters, 100 meters race. Expecting with the Olympics record also. I will for you, Julie. Cut. Shift to bedroom. Okay, വേലുവണ്ണ. ഓക്കെ സാർ. സാർ ഇതല്ലടാ അന്ന് കണ്ട ജീവി. അതെ, ഈ സിനിമയുടെ സംവിധാനം ആരാ? സഞ്ജയ് ജാൻ. ജാക്കി ചാനോ? ജാക്കി ജാൻ അല്ല, സഞ്ജയ് ജാൻ. മലയാളിയാ? വെള്ളക്കാരൻ. Mr. India Body, sir. ഹലോ സഞ്ജയ്, എപ്പോ വന്നീங்க? ഇപ്പതാ സാർ. സഞ്ജയ് ജാൻ മനസ്സിലായില്ലേ? പിന്നെ ഹണിമൂൺ പടത്തിന്റെ അതിലെ സീൻ ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ലടാ ഷിഫ്റ്റിങ് അപ്പുറം ഓക്കെ സാർ. ഹോളിവുഡിലെ സാറിന്റെ കളിയൊക്കെ ഇവന്മാരെന്തിനാ പൊട്ടപ്പടം ഇംഗ്ലീഷിൽ പിടിക്കണേ? അറിയാവുന്ന പോലെ ഭാഷയിലും ചെയ്താൽ പോരെ? അതറിയില്ലല്ലോ. മലയാളത്തിലാവുമ്പോ സെൻസർഷിപ്പ് മുഴുവൻ കട്ട് ചെയ്ത് കളയും. ഇംഗ്ലീഷ് ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ, അതിൽ ഈസിയല്ലേ. അപ്പൊ സംഭവം മൊത്തത്തിൽ ഉടായ്പാണല്ലേ? കുറച്ചൊക്കെ പറ്റില്ലല്ലോ. അല്ല പുതിയ പടം കിട്ടിയിട്ടുണ്ടല്ലേ? ഞാനറിഞ്ഞേ, നമ്മളെ മറക്കരുതട്ടാ. ഫോട്ടോഗ്രാഫർ കുഞ്ഞുമോൻ. ആ വന്നു വന്നേ. ഇത് പ്രൊഡ്യൂസർ ഷാജഹാൻ. വണക്കം സർ. ഇത് ഡയറക്ടർ ആംബ്രോസ്. വണക്കം സർ. I am Venu. Venugopala Menon. I am the one of the producer of this movie. ഞങ്ങളുടെ അടുത്ത പടത്തില് ലൈലത്താനാണ് ഹീറോയിനായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. போப்படுத்தலையா? இங்க வந்து நிக்கிறதுக்கு வெக்கமா இல்ல? ஒரு படம்னு சொல்லி என்ன வச்சு 3 படம் பண்ண ஒருத்தன் நீ மகா ஃப்ராட். இனிமே என் கண்ணு முன்னாடி உன்னை பார்த்த அவ்வளவுதான். അവരല്ലേ ഇത്? അവള് പോണി പോട്ടെന്ന് നോക്കി തടിച്ചു പാറു. ആർക്ക് വേണം അവളെ? നമുക്ക് ഇതുപോലെ 100 കിട്ടും, 100 അവള് ഇത് നമ്മുടെ ഭാഗ്യമുണ്ട്. അലമ്പ് പരിപാടി കാണിക്കുന്നത് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. അവരല്ലേ പോയി. എന്റെ പൊന്നു ഷാനുഭായി, നമ്മൾ ഈ ലൈലമാരും നന്നാക്കാൻ വേണ്ടി ഈ പടമൊക്കെ ചെയ്യണേ. നമുക്ക് വലുത് നമ്മുടെ പ്രൊഡ്യൂസറാണ്. അവരാണ് നമുക്ക് അന്നൊക്കെ തന്നെ. അല്ലാതെ ഈ ലൈലമാരൊന്നുമല്ല. ഒരു ലൈല പോയിട്ടുണ്ടെങ്കിൽ 10 ലൈലിൽ ഒപ്പിക്കും. ഇപ്പൊ കാണാൻ പോകുന്ന കുട്ടിയില്ലേ, അവളായിരിക്കും ഞാൻ അടുത്ത മലയാള സിനിമ ഭരിക്കാൻ പോണ. കേട്ടാ, കണ്ടുപോക്ക്. അല്ല, നമ്മളിപ്പോ ആ കുട്ടി അങ്ങോട്ട് വെക്കണ്ട, നമ്മുടെ വെയിറ്റ് പോയി. അവർക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടൂടെ? സാർ, ഇത് അങ്ങനത്തെ ഒരു കുട്ടിയല്ല. കുറച്ച് വലിയ വീട്ടിലുള്ള കുട്ടിയാണ്, തറവാട്ടിലൊക്കെ ഉള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ഈ മലയാള പടത്തിലേക്ക് അഭിനയിക്കേണ്ട ഒരു താല്പര്യമില്ല. പിന്നെ നമ്മുടെ കലയിൽ പറഞ്ഞോണ്ട് മാത്രമാണ് അവര് സമ്മതിച്ചത്. തറവാട്ടിലേക്ക് ഇപ്പൊ നടക്കൂ? തറവാട്ടിൽ ചെന്നാ മറ്റേ നടക്കൂ? സ്ക്രീൻ ടെസ്റ്റ്. സ്ക്രീൻ ടെസ്റ്റ് എടുത്ത വേറെ ആളൊക്കെ ഉണ്ട് ഇവിടെ. ശരിയാവും തോന്നില്ല. വയസ്സാകാത്ത ഒരു ആഗ്രഹം. കലേ, ഹലോ കുട്ടി ഫോട്ടോ കേറിയ എന്താണ് അയാൾക്ക് ഇന്നലെ വട്ടായ? ഞാൻ പരിചയപ്പെട്ട കുഴപ്പം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, കലൈ. ഹലോ, ഐ ആം വേണുഗോപാല മേനോൻ. വേണുഗോപാല മേനോൻ. ഐ ആം ഇതെന്താണ് നന്നായിട്ട് അരി ഓർക്കണ്ടല്ല, കല്ല് ഓർക്കണ്ട്. വാങ്ങ. ഇതെന്താ? ഇത് ഹീറോയിനോட അമ്മ. അമ്മ അമ്മയുണ്ടോ? വാങ്ങ വാങ്ങ സാർ, ഉള്ള വാങ്ങ. വാങ്ങ വാങ്ങ. വാ 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 വാ. ഇതാണ് തറവാട്. വാ, ഇവിടെ വലുതാലോ ചെറുതാ? പാത്ത് വാങ്ങ സാർ. ഉക്കാരുങ്ക ഉക്കാരുങ്ക. ഇവിടെ ഉക്കാരുങ്ക. ഇരിക്കേ. സ്ക്രീൻ ടെസ്റ്റ് നടത്തണം. ഇവര് വന്ന് നമ്മ ഡയറക്ടർ, ഇവര് പ്രൊഡ്യൂസർ. ഇവരാ ഡയറക്ടർ. ചിന്ന പയ്യൻ താനേ. സാറന്മാരുടെയൊക്കെ വീട് എവിടെയാ? എറണാകുളം. എറണാകുളത്താ. ഞങ്ങളുടെ നാടും എവിടെയാ? വലിയൊരു ബംഗ്ലാവുണ്ട് ഞങ്ങൾക്ക് അവിടെ. പിന്നെ മോളുടെ പഠിത്തം ഇവിടെ ആയതുകൊണ്ട് തൽക്കാലം ഇവിടെ സെറ്റിലായി. ഈ ബംഗ്ലാവ് കൊള്ളാം.
എടുത്ത് കൊടുക്കുക, നാണിക്കണ്ട, നമ്മുടെ സാറന്മാരാ. ഇതാ നമ്മ ഡയറക്ടർ. കുടിങ്കോ കുടി. പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി മേനോൻ. സാറിന്റെ കുടുംബക്കാരാ. മേനോൻ. இவர் வந்து பொண்ணோட அப்பா. சார், விஜய் சார் படத்துல இவர் இப்பதான் நடிச்சு முடிச்சாரு. വിക്രമോടെ അടുത്ത പടത്തിൽ വിളിച്ചിരിക്ക്. പക്ഷെ സ്റ്റോറി അത്ര പോരാ, അതുകൊണ്ട് ഞങ്ങൾ പെൻഡിങ് വെച്ചേക്കുവാ. ഒരു കാര്യം പറയട്ടെ, പിടിച്ചോ, കുറച്ച് കുടിച്ചോ, ആവശ്യം വരും, കുടിച്ചോ. സാറ് കുടിച്ചാട്ടെ. മലയാളത്തില് സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടോ സാറേ? അറിയില്ലല്ലേ? എന്നാ സൂപ്പർ ഹിറ്റ് സംവിധായകന്മാരാ. എന്ത് പറഞ്ഞാലും കൊള്ളാം, വലിയ ശല്യം അവരെ കൊണ്ട്. ആ സാറന്മാര് കിടന്ന് വിളിയോട് വിളിയാ ദിവസവും. എന്തിനാണ്? മോളെ അടുത്ത പടത്തിൽ അഭിനയിപ്പിക്കണമെന്നും പറഞ്ഞോണ്ട്. പക്ഷേ ഞങ്ങള് തൽക്കാലം തമിഴും തെലുങ്കും ഹിന്ദിയൊക്കെ നോക്കുന്നുള്ളൂ. മലയാളത്തിൽ അഭിനയിച്ചാലേ പൈസ അധികം കിട്ടത്തില്ലെന്നേ. ഇത് പിന്നെ കലയിൽ വന്ന് പെട്ടെന്ന് വന്ന് പറഞ്ഞു. പിന്നെ 10-12 ദിവസം കാര്യല്ലേ ഉള്ളൂ. നമ്മുടെ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു ചെറിയ പുണ്യപ്രവൃത്തി, മനസ്സിലായില്ലേ? പോരെ. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. 50,000 രൂപയെ ചോദിക്കണേ. 50,000? അത് ഭയങ്കര കൂടുതലല്ലേ? പിന്നെ അതും 10 ദിവസം ഷൂട്ടല്ലേ ഉള്ളൂ. അതിന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ വേറെ ആളെ നോക്കാം നമുക്ക്. ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇതിലും സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടുന്നു തോന്നാലട്ടാ. പിന്നെ കാശ് ഒഴിച്ച് നടക്കാം. അപ്പൊ പിന്നെ ഒന്നും നോക്കാനല്ല. ഈ പെണ്ണെ കിട്ടിയ ഒന്നും വേസ്റ്റ് ആവില്ല. നമുക്ക് കുളിസീൻ എടുക്കാം, ബെഡ്റൂം സീൻ എടുക്കാം, നമുക്ക് വേണ്ട. പിന്നെ 50,000 വലിയ കൂടുതലൊന്നും അല്ലേ, നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ സ്ക്രീൻ ടെസ്റ്റോ? എന്നിട്ട് താത്താ ഞാൻ കൊടുത്തിട്ട്. നീ എന്താടാ നോക്കി പേടിപ്പിക്കണം? നീ അല്ലേ പറഞ്ഞ ചുണങ്ങോ ചൊറിയുണ്ടോ നോക്കണം. അഡ്വാൻസ് കിട്ടി, ഞാൻ അഡ്വാൻസ് പോയിട്ട് വരാട്ടോ. വാ. ഓക്കെ ബൈ. നോക്കിയിറങ്ങിട്ടാ. എന്റെ പൊന്നാവാസെ, ആദ്യം നീ അഡ്വാൻസ് കൊടുക്കി, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്നെ സ്റ്റാർ ആക്കിനാണല്ലോടാ. എനിക്ക് പെരുടെ 10,000 രൂപ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. ജൂലി റണ്ണില്ലേ, ഞാൻ 15 വാങ്ങിച്ചേ. അവിടെ ആക്കുന്ന കിലോമീറ്റർ ആണ് പൈസ. ഇവിടെ ഇയാൾ ഓടണ്ട, അഭിനയിച്ചാ മതി. താങ്ക് യു. എടാ, ഈ വിഗതിന്റെ ക്യൂത്തിനൊക്കെ 10,000 രൂപ. കാശിനൊരു വിലയില്ലേ? എടാ, കാശ് ഇങ്ങോട്ടൊന്ന് അഭിനയിക്കുന്ന നല്ല ചുള്ളന്മാരെ ഞാൻ കൊണ്ടുവന്നരാം. എന്തിനാ കാശ് പറഞ്ഞേ? ഈ രാജു നവാസൊക്കെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആണ്. ഇവിടുത്തെ യൂത്ത് എന്ന് പറഞ്ഞ അവരെ കളിയാക്കലേട്ടാ. അവർ ഇവിടുത്തെ യൂത്തിന്റെ ആൾക്കാരാട്ടാ. നവാസിനെ കിട്ടിയിട്ടുണ്ടെങ്കിലേ ചക്ക ഇട്ട പോലെ ഒന്നും വേസ്റ്റ് ആവില്ലട്ടാ. അപ്പൊ പാടലയോ? അവന്മാരില്ലെങ്കിൽ ഒരു പെമ്പിള്ളേരുണ്ടാവില്ലട്ടാ. പിന്നെ പെമ്പിള്ളേരിങ്ങനെ എപ്പടം കാണാൻ ക്യൂ നിൽക്കല്ലേ? അതല്ല, നദിമാരുണ്ടാവില്ല അഭിനയിക്കാൻ. എടാ, കാശ് കൊടുത്തവരാ തീരുന്നായുള്ളത്. അതെ, യുവമാരുടെ സ്ക്രീൻ ടെസ്റ്റ് എപ്പോഴാ? യുവമാർക്ക് പാണ്ടോ പരിണൊക്കെ ഉണ്ടോന്ന് അറിയണ്ടേ? പാണ്ടൊക്കെ പണ്ടേ നോക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ. നവാസ് എന്തായാലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്താ ചിക്കൻ വയ്ക്കോ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ആക്ടിങ്ങിന്റെ പരിപാടിയാണത്. പിള്ളേരെ കളിന്നാണ് നിങ്ങൾ വിചാരം. നടിമാരെ സമ്മതിക്കൂലട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിഗതിന്റെ പറഞ്ഞിട്ടേക്ക്. നവാസ് ഫിക്സ് ചെയ്യട്ടെ. നവാസ് മതി. നവാസ് ഓക്കെ നിൽക്കാം. നവാസ് ഫിക്സ് ചെയ്തേക്ക്. ഹലോ, നവാസ് ഇവിടെയാണോ താമസം? ഇവിടെ ആയിരുന്നു. ഇനി എന്തായാലും വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കോളാം. വൃത്തിയായിട്ട് നവാസേ. ലക്ഷ്മി മാഡം സൂപ്പർ. ആ കാലിന്റെ ഒരു ക്ലോസ് കൂടി. ഇത് പോതും. മാഡം ഒരു പോസ് കൊടുക്ക. വെറുതെ ഇരിപ്പാണല്ലേ, അല്പം സെക്സി ആയിട്ട്. ഇത് പോതുമാ മാഡം? ഉള്ള என்ன சாஜிர் சார், நல்லா இருக்கீங்களா? சௌக்கியமா இருக்கு. இது வந்து நம்ம புது படத்தோட டைரக்டர் ஆம்ப்ரோஸ். ஹாய். ஹாய். இது படத்தோட ப்ரொடியூசர் ஷாஜഹാൻ. ஹாய்.
I am Venugopala Menon, one of the producer of this movie. മേഡത്തോടെ ഒരു 4-5 ഡേറ്റ് വേണം இந்த படத்துக்கு. சாஜி சார் ரொம்ப பிஸி. ஐயோ. ஃபர்ஸ்ட் ஸ்டோரி கேக்கட்டும். ஏன் ரோலு அதுக்கப்புறம் பார்க்கலாம். അല്ല മാഡം ഇത് വന്ന് VT ശങ്കർ സാർ സ്ക്രിപ്റ്റ്. VT ശങ്കരാ അത് ആര്? അല്ല ഈ ലേഡീസ് ഹോസ്റ്റലെല്ലാം എഴുതിയ മറ്റേ മനസ്സിലായില്ല. ഈ കഥയൊന്നും കേട്ടിട്ടില്ല ഇപ്പൊ അഭിനയിക്കാൻ തുടങ്ങിക്കണേ. നീ ഒരു പണി ആ കഥ പറ. ഞാൻ എന്ത് കഥ പറയാനാ? VT സാർ പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ പറയില്ല. പടം നടക്കണ്ടേ? പടം നടക്കണ്ടേ? പിന്നല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ചൊരു താങ്ങ് എന്റെ കൂടെ നിൽക്കണോട്ടാ. உட்காருங்க சார். വേണ്ട பரவாயில்ல. Hello, I am Venugopal. വേണ്ട വേണ്ട വേണ്ട. ஓகே சொல்லுங்க. அது வந்து இந்த சினிமா வந்து டென்ஷன் ஆகாதீங்க, മലയാളത്തില് പറയൂ. ഈ കഥ നടക്കുന്നതേ ഒരു ഹിൽ സ്റ്റേഷനിലാണ്. അപ്പൊ അവിടെ ഈ ഒരു ഭയങ്കര തണുപ്പാണ്. തണുപ്പാകുമ്പോ ഇങ്ങനെ சொல்லுங்க. ഒരു ശില്പി ഈ ശില്പി എന്താ ചെയ്യാന്ന് വെച്ചാല് ശില്പി ഇങ്ങനെ ശില്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കും. ஓகே അപ്പൊ ഇങ്ങനെ കൊറേ ശില്പം ഇങ്ങനെ ஒண்ணு பண்ணுங்க, எனக்கு ஒரு 3 ஃபைட் எடுங்க. ഫൈറ്റോ? ஏ முடியாதா? എഴുതാം. எவ்வளவு பெட்ரூம் சீன் வச்சிருக்கீங்க? பெட்ரூம் சீன்ஸ் பாத் சீன் இருக்குல்ல? வேணுமா? വേണ്ട ഇക്ക എന്താണ് ആ ഡയറക്ടറിന്റെ അവള് സെറ്റ് ആയെന്നാ തോന്നണേ. എന്തായാലും പറയണോട്ടാ. ഞാനില്ലേ പ്ലീസ്. ആഗ്രഹം കൊണ്ടാ. எங்க சாங் எடுக்க போறீங்க? ஸ்விட்சர்லாந்து தானே? கொடைக்கானல். கொடைக்கானல் ஸ்விட்சர்லாந்து. யாரு ஹீரோ? கமலா ரஜினியா? சிரிக்கலாமே. சோ அந்த மாதிரி கதை. ஷில்பி சாஜிர் சார், எனக்கு ரொம்ப பிடிச்சிருக்கு. நான் இந்த படம் பண்றேன். பிடிச்சிருக்கு பிலிம் எல்லாம் ஸ்டைல். நான் இந்த மாதிரி ஒரு ஸ்டோரி கேட்டதே இல்ல. ரொம்ப கிளாஸா இருக்கு. அப்படியா? டேட்ஸ் மட்டும் சொன்னா போதும். ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും സന്ധ്യ സാർ ഹോട്ടൽ മുറിയിലൊന്നും സംസാരിച്ചോളൂട്ടോ. കള്ള നീ എന്താ പറഞ്ഞ അവളൊക്കെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എടാ നിന്നോട് അവൾക്ക് പ്രേമെന്നാ തോന്നുന്നത്. പ്രേമം പിന്നെ നടന്നങ്ങോട്ട് വായിക്കണ്ട് വായങ്ങോട്ട് പറയണോട്ടല്ല. ഹലോ നീ എത്തിയാ? ഇത് പറഞ്ഞിട്ട് നീ വണ്ടി ആയിക്കോടുന്നില്ല അങ്ങോട്ട്. കഴിഞ്ഞ പടത്തിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ച വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. അതന്നെയാണോടോ? പോയോ അവിടുന്ന് ഒന്ന് വേഗം വന്നങ്ങോട്ട്. നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ടുണ്ട്. നാരായണൻ പോറ്റി. പവിഴം നാരായണൻ. സിനിമ എന്ന് പറഞ്ഞ പവിഴത്തിന് ഒരു ലഹരിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടങ്ങളുടെയും ടൈറ്റിൽ വെണ്ട കക്ഷത്തിലെത്തി കാണിക്കും പല പല കളറില്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ MK നാരായണൻ പോറ്റി വിത്ത് കയ്യടിയാണ്. ഇൻഡസ്ട്രിയിൽ മൂപ്പർക്ക് ഡയറക്ടറും കാട്ടി വിലയാണ്. എന്നാ പിന്നെ ഞാനെന്തിനാ പുള്ളിയെ കൊണ്ടുവരാൻ ഡയറക്ട് ചെയ്യിച്ച പോരെ? ചക്ക കിട്ടണ പോലെ നമ്മളൊന്നും ചെയ്യണ്ട. സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇത് പടമാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരും. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിയുടെ മുമ്പിൽ സട്ടം പറക്കിട്ട പോലെ ഇങ്ങനെ നിൽക്കും. പടമല്ലെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ആക്കി നിർത്തുന്നാ പറയണം. എന്താണ് പോരടിക്കണ്ട എന്നിട്ടാണ്. Venugopala Menon. I am one of the producer. സജീറേ, ഈ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ മാറ്റി നിർത്താൻ ഞാൻ വേറെ ആളെ വെക്കണ്ടോ? ഈ പോറ്റിന്റെ കാര്യമായിട്ട് കുത്തൂത്തു ഞാൻ. നീ വിളിച്ചോണ്ട് മാത്രം വന്നാ ഒന്ന് തിരിയാൻ വയ്യ. നടുവേദന അങ്ങനെ എന്തെങ്കിലും? കൊറേ സിനിമ എന്ന് പറഞ്ഞ കെട്ടിയെടുത്തോളൂ. ഒരൊറ്റ ഡയറക്ഷന്റെ ABC പോലും അറിയില്ല. കിഴങ്ങന്മാര് പൈസ കണ്ടല്ലേ? എന്റെ കയ്യില. എന്റെ കയ്യിലല്ല, ഇവരുടെ കയ്യില്. എന്റെ റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ?
അവരിലുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ തിരുമേനി വന്നപ്പോ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നിന്റെ സോപ്പിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവസാനം പണം കഴിയുമ്പോ പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അണ്ണാക്ക് തരരുത്. അങ്ങനെ ചെയ്യോ? കൃഷ്ണ എന്താ സാറേ വിളിച്ചാണ്? മോനെ ഈ ബാഗ് എടുത്ത് നമ്മുടെ AC റൂം കൊണ്ടുവെക്ക്. കൊണ്ടുവെക്കടോ. എനിക്ക് ഒന്ന് വിശ്രമിക്കണം. ആ സ്ക്രിപ്റ്റ് ഒന്ന് റൂമിലേക്ക് എത്തിച്ചേക്കേ. എന്താ അവൻ AC റൂം, പ്രൊഡ്യൂസർമാർക്ക് നോൺ AC. ഇവനിന്റെ കയ്യിൽ നിന്ന് ആ തെണ്ടി ഇന്ന് തന്നെ പറഞ്ഞിട്ടേക്കണം. ഞാൻ വേറെ അസോസിയേറ്റ് വെച്ചോളാം. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അസോസിയേറ്റ് ആയിട്ട് കാര്യമില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം. അതുകൊണ്ടല്ലേ ഇയാൾ വിളിച്ചത്. തിരുമേനിക്ക് അറിയാം എങ്ങനെ സെൻസർ ബോർഡിനെ വെട്ടിക്കണം, എപ്പോ കുളിച്ചിനെടുക്കണം, ഏത് ബെഡ്റൂംസിന് എടുക്കണമെന്ന്. ഡേ നിനക്കറിയോ ഇതിങ്ങനെ ബെഡ്റൂംസിന് ഓപ്പൺ ചെയ്യേണ്ട കാര്യം, എങ്ങനെ കുളിച്ചിനെടുക്കേണ്ട കാര്യം? നിനക്ക് മര്യാദ കുളിക്കാൻ അറിയോ? അതുകൊണ്ടാണ് ഞാൻ ഇയാളെ തന്നെ വിളിച്ചത്. നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇയാൾ പോരേ? മതി. എന്തെങ്കിലും ചെയ്യും. ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ ഈ പരിപാടിക്കില്ല. വെറുതെ മനുഷ്യൻ വിളിക്കാൻ പോയതാണോ? ആർക്കറിയാം. ഒന്ന് അടിച്ചിട്ട് പോടാ. വേണ്ടേട്ടാ. ഒരു പുരീമ്. ഹലോ. പൊളിച്ച് ഭായിയുടെ ഒരു വിവരമല്ലോ ഭായി. ഇന്റർവ്യൂ തുടങ്ങിയ ഒന്നും അല്ലേ ഭായി. നീ ഏകദേശം ഒരു ഡേറ്റ് പറ, എന്നല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഈ ജിമ്മും തടവൊക്കെ എങ്ങനെ പോണം? ജിമ്മും കമ്മൊക്കെ അവിടെ നിൽക്കട്ടെ. ഡേറ്റ് പറ. ഞാൻ വിളിക്കാം ഭായി. വിളിക്കണം. വിളിക്കാമേ. ചെയർമാൻ ഇന്റർവ്യൂ. ശരി. സോറി, ഈ മാരേജ് നടക്കില്ല. ഞാൻ ഒരാളുമായി ഇഷ്ടത്തില്ല. ഇതല്ല നീ പറഞ്ഞ ആള്. 5000 രൂപ കൊടുത്താൽ മതി. എന്റെ പേര് പടത്തിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. എന്റെ പേര് പടത്തിൽ വെക്കാൻ പറ്റില്ല എന്ന്. എന്താ എന്റെ പേര്? ആംബ്രോസ്. വല്ല ഇറച്ചി കിടക്കി കൊണ്ടുവരാത്തേണ്ടി. ഏത് നേരത്താണോ? പോയി റോസ് എങ്ങനെയുണ്ട്? അടിപൊളി. രാശിപ്രകാരം ഓക്കെയാണോ? ഡബിൾ ഓക്കെ. ഭയങ്കര രാശിയുള്ള പേരാ. അത് കൊള്ളാം. അമ്മേ നാരായണ. ആദ്യം ഞാൻ സിനിമയുടെ സ്റ്റോറി ലൈൻ വായിക്കാം. കോടമഞ്ഞ് പുതച്ചുറങ്ങുന്ന അതിമനോഹരമായ ഒരു മലയോര ഗ്രാമം. അവിടെയാണ് മഹാനായ ശില്പി താരാദാസ് വസിക്കുന്നത്. ഏത് സുന്ദരിയെ കണ്ടാലും താരാദാസ് തന്റെ ശില്പത്തിന്റെ മോഡലാക്കിയിരുന്നു. ശില്പം തീരുന്ന ദിവസം ശില്പവും ശില്പത്തിന്റെ മോഡലും താരാദാസിനുള്ളതാണ്. ശില്പം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും ഈ എനിക്കുള്ളതാ. ഈ താരാദാസിനുള്ളത്. എന്നെ നശിപ്പിക്കരുത്. രക്ഷിക്കൂ. ഞാൻ പാവമല്ല. എന്നെ നശിപ്പിക്കരുത്. രക്ഷിക്കൂ. രക്ഷിക്കൂ. വേണ്ട സർ. വരില്ല സർ. വരില്ല സർ. നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. എങ്കിലും ആ മഹാനായ ശില്പിയുടെ ഹൃദയം തന്റെ ലോകോത്തര ശില്പമുണ്ടാക്കുവാൻ തേങ്ങി. അങ്ങനെ ഒരു നാൾ താരാദാസ് കണ്ടു. അപ്സരസ്സുകൾ പോലും നാണിച്ചു പോകുന്ന അതീവ സുന്ദരിയായ ബത്ശബയെ. ബത്ശബ, നീ എത്ര സുന്ദരിയാണ്. അപ്സരസുകൾ പോലും തോറ്റുപോകുന്ന നിന്റെ മാതക സൗന്ദര്യം കൊത്തിയെടുക്കുവാൻ എന്റെ കൈകൾ തരിക്കുന്നു. ഒന്ന് വേഗം വരൂ ബത്ശബ. ഹറിയം. ഓക്കെ അല്ലേ സാറേ? ഓക്കെ. അവരെ അതെ നാരായണ ഏട്ടാ, മറ്റേ ആർട്ടിസ്റ്റ് റെഡി അല്ലേ? മറ്റേ ഹീറോയിൻ റെഡി അല്ലേ? സാർ 10 മിനിറ്റ് സാർ. അവരുടെ ശില്പം റെഡിയാണ്. അത് അറേഞ്ച് ചെയ്യും. അതെ വേലുണ, നമുക്ക് ആ ശില്പത്തിന്റെ ഒരു റിവീൽ ചെയ്യുന്ന ഒരു ക്ലോസ് ചെയ്യുന്ന നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്തിനാ ക്ലോസ് എടുക്കണേ?
നമുക്ക് ട്രോൾ ഇട്ടിട്ട് ഒരു ഇല്ല വേണ്ട വൈറ്റ് ഷോട്ട് പിടിക്കാം. നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഈ പടത്തിന്റെ ഡയറക്ടർ ആരാ? സാറല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. നമ്മള് 10-15 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മള് പറയുന്ന പോലെയൊക്കെ ഷോട്ട് എടുത്തിട്ടുള്ളൂ. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് താൻ എനിക്കിട്ട് ചൊറിയാൻ തുടങ്ങിയാണല്ലോ. ഈ പടം എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അസോസിയേറ്റിന്റെ പണിയെടുത്താൽ മതി. പ്രൊഡക്ഷൻ ചായ റെഡിയാണോ? എന്താന്ന് കടി എന്താ? അപ്പൊ ചായം ബോണ്ടയും പോയിട്ട് സാറെ കഴിക്കും. ഞങ്ങളിപ്പോ ഷോട്ട് എടുക്കട്ടെ കേട്ടാ. വേലണ തുടങ്ങാം. റെഡി? സീനും റേപ്പ് സീനൊക്കെ വരട്ടെ. ഇവനെ കൊണ്ട് ഞാൻ കാലി ഞാൻ ഒന്നങ്ങോട്ട് മാറിയിരിക്കും പ്ലീസ്. ഒന്ന് എടുത്തോട്ടെ. ആർട്ടിസ്റ്റിനെ വിളിക്കേ. ആർട്ടിസ്റ്റിനെ വിളിക്കേ. ആ ക്ലോത്ത് ഒന്ന് മാറ്റി. ആ ഡയറക്ടർ അവിടെ. അടിപൊളി. ഇതാണോ സൗന്ദര്യം അങ്കലാവണ്യം തികഞ്ഞ ഭക്ഷ്യപട പ്രതിമ? അത് നോക്ക്, ആ വരുന്ന ആളെ നോക്ക്, അതാണ് ഭക്ഷണ. സാറേ വന്നിട്ടുണ്ട്. സോറി. താങ്ക്സ്. അതെ, നായിക എന്ന് പറഞ്ഞ് വന്നേക്കണത് നമ്മൾ കണ്ടു വെച്ച പെണ്ണൊന്നും അല്ലട്ടാ. ഇതിന് മാതിരി മാവേലി പെൺവേഷം കെട്ടി കൊടുത്തൊരു സാധനം കൊടവേറൊക്കെ ആയിട്ട്. ഇവളൊക്കെ ഞാൻ പടം ചെയ്യലട്ടാ സജീറെ. അവന്റെ ഒരു അപ്സരസ് നടക്കുന്ന പരിപാടിയല്ലേ തോന്നുന്നു. സജീറെ, നീ ഒരു കാര്യം മറ്റേ പരിപാടി കളിക്കല്ലേ? നമ്മൾ കണ്ട പെണ്ണവിടെ? അവളെവിടെ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ? 3 ദിവസം മുമ്പ് ആ തള്ളനെ വിളിച്ചപ്പോ അവര് ഓക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ അവിടെ വണ്ടി വിട്ടപ്പോ അവിടെ ആളില്ല. അപ്പുറത്ത് വീട്ടിൽ പറഞ്ഞു ഏൽപ്പിച്ചെങ്ങനെ രാംഗോപാൽ വർമ്മയുടെ പടത്തിൽ അഭിനയിക്കാൻ പോയത്. രാംഗോപാൽ വർമ്മയുടെ പടത്തിൽ വിളിച്ചാലോ? രാംഗോപാൽ വർമ്മ ആരാന്നറിയാം? ഞങ്ങള് കൊറേ വിളിച്ചോക്കി, കിട്ടണ്ടേ? നമുക്ക് ഷൂട്ടിംഗ് നടക്കണ്ടേ? പൈസ ഇങ്ങനെ ചെലവാകൂട്ടാ. ഞാൻ എന്താണ് ഇത്? വാട്ട് എ ബ്ലഡി ഗേൾ മാൻ. എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് മാൻ. എന്റെ ഓഡിയൻസ് അത് എക്സ്പെക്ട് ചെയ്യും. രാത്രി അവിടെ വന്നിട്ട് മുറിയിൽ ഇങ്ങനെ മുട്ടണിക്കൊന്ന് കാണണം. കാണാം. ഇതിനെയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇക്കല്ലേ കൊണ്ടുവന്നത് ഇതിനെ എല്ലാത്തിനും. ഇക്ക ഒന്നും കൂടി ഒന്ന് മേക്കപ്പ് ഇട്ട് അതിനെ വിളിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എടോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ വയറ് കുറയടോ. അപ്പോ നമ്മളോട് അഡ്വാൻസോ? അല്ലിക്ക വിളിച്ചിട്ട് എടുക്കണ്ടേ? അവരെ കിട്ടണ്ടേ? ഷൂട്ട് നടക്കണ്ടിക്ക. സ്ക്രിപ്റ്റ് അല്ലിക്ക വലുത്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. ഇതൊക്കെ ഈസി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ന് തൊട്ടതിന് പിടിച്ചതിനെ കൊടുക്കാൻ നിന്ന ഷൂട്ട് തീരേണ്ട പണ്ടാരം. സജീറിനാണെങ്കിൽ വേറെ പടമുണ്ട്. നമുക്കോ? എന്റെ ഇക്ക അപ്സരസ് എന്ന് പറഞ്ഞ മിനിമം ഒരു സൗന്ദര്യ സങ്കല്പമില്ല. മിനിമം ഒരു യൗവനെങ്കിലും വേണ്ട. ഇത് മിഡിൽ ഏജ് എന്റെ അമ്മായിയുടെ പ്രായമുണ്ട്. അപ്സരസിനെ നീ കണ്ടിട്ടുണ്ടോ മുമ്പ്? അപ്സരസിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് അവരൊക്കെ അബവ് 40 ആണ്. അമ്മായിമാരാണ്. ഇതുപോലെ വയറൊക്കെ ചാടിയിട്ട് വേണേ ഞാൻ സ്ഥാനം തിരിച്ച് ഷൂട്ട് ചെയ്യും. വെറുതെ തമാശ കളിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു അപ്സര എന്റെ ഭാര്യ വീടിന് അടുത്തുണ്ട്. അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ വാപ്പയുടെ പ്രായമുള്ള ഞാൻ തന്തയ്ക്ക് വിളിക്കില്ല. എന്റെ ആംബ്രോസ് എങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. സധൈര്യം. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? വേലൂണ ആർട്ടിസ്റ്റ് ഇങ്ങയാ ഇവിടെ ഇവിടെ ரெடி ரெடி தேவையில்லாதவங்கள வெளியே போங்க போங்க வெளியே போங்க. വേലൂണ ഇയാളെ ഫ്രെയിമിൽ தெரியாது. யோ ஒண்ணுதாயா? உனக்கு வேற தனியா சொல்லணுமா? வெளியே போயா. வெளியே போயா. வெளியே போயா. സിനിമ ഇറങ്ങുമ്പോൾ കാണാവോ? മെയിൽ ആർട്ടിസ്റ്റ് വിളിക്കായല്ലേ? റോഷ அப்படியே கொஞ்சம் ஃபோக்கஸ் பண்ணு. பண்ணலாம் சார். മതി ഒരു ടിക്കറ്റ് താഴേക്ക്. അനുഗ്രഹിക്കണേക്ക. ഈ പടത്തോടെ നീ മലയാള സിനിമയിലെ പുലിയായിട്ട് വരും. ഓക്കെ, താങ്ക് യു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്റെ കാല് പിടിക്കണം. എടുക്കണ നമ്മുടെ സ്വന്തം പയ്യൻ. റോഷ, ഞാൻ പറയണ പോലെ ചെയ്യണോട്ടാ. വളരെ റൊമാൻറ്റിക് ആയിട്ട് ഓക്കെ സാർ. സട്ടിലായിട്ട് ചെയ്യണേ കേട്ടാ. ഓക്കെ ഓക്കെ അല്ലേ? റെഡി സാർ. ഓക്കെ ലക്ഷ്മി റെഡി? റെഡി സർ. ഓക്കെ ഓക്കെ. ഓർഡർ പ്ലീസ് സർ. ക്യാമറ റോളിംഗ് സാർ. ക്ലാപ്പ് 55 1 take 1 clap out. Action. കട്ട്. ഇതന്നെ സർ ഒറിജിനൽ റേപ്പാ.
രശ്മി ഡയറക്ടർ ഇട്ട് സത്തം പോടാതെ. സോറി മാഡം, സോറി സോറി മാഡം, റിലാക്സ്. എങ്ങനെയുണ്ട്? എടാ നീ പുലിയാവുന്നല്ലേ പറഞ്ഞുള്ളൂ, പുലി ആവാൻ പറഞ്ഞില്ലല്ലോ. കുറച്ചുകൂടി ബെസ്റ്റ് സെലക്ഷൻ. എടാ നിന്നോട് റൊമാൻറ്റിക് ആയിട്ട് ചെയ്യാനല്ലേ പറഞ്ഞ? നീ എന്താ കാണിച്ചു? സോഫ്റ്റ് ആയിട്ട്, സ്വീറ്റ് ആയിട്ട്, കൂൾ ഇരിക്കേ, കൂളായിട്ട് சாஃப்ட் ஆயிட்டா. நீங்க இன்னொரு வாட்டி கூட சொல்லி கொடுங்க சார். புலி சாப்பிடுற மாதிரி இல்லாம கொஞ்சம் மெதுவா பண்ண சொல்லுங்க சார். ഡയറക്ടർ സാർ, നീങ്ക ഒരു വാട്ടി നടിച്ചു കാട്ടുங்க സാർ. ഞാനെങ്ങനെ നടിച്ച് കാണിക്കുന്നത്? ഞാൻ കാണിക്കാം. അതല്ല വേണ്ട, ഉட்காருங்க സാർ. നടിങ്ക സാർ. അല്ല അഭിനയിച്ച് കാണിക്കാന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? എടാ നീ ഒന്ന് കാണിച്ചു കൊടുക്ക, ഇല്ല അവൻ ഫിലിം തിന്നും അവളെയും തിന്നും. കാണിച്ചിടുங்க സാർ. സാർ ഒരു തവണ കാണിച്ചു തന്നാ ഞാൻ പിന്നെ തെറ്റിക്കില്ല സാർ. വേണ്ട സാർ മാറിക്ക്, സാർ മാറിക്ക്. നീ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുங்க സാർ. കാണിച്ചു കൊടുക്ക. ശരിയാവില്ല. വാങ്ങ ശരിയാവില്ല. നീ ഒന്ന് കാണിച്ചു കൊടുക്കേ. കാണിച്ചു കൊടുക്ക. ഒന്നുമില്ല, പേടിക്കും. മോനെ വാ, കണ്ടുപഠിക്കും. சொல்லுங்க. റോഷ ഇങ്ങനെ പതുക്കെ അടുത്തേക്ക് ഇരുന്ന് റൊമാൻറ്റിക് ആയിട്ട് തുടങ്ങും. ഇങ്ങനെ പതുക്കെ തൊടുമ്പം ഇങ്ങനെ പ്രണയം തോന്നും. വേലോണ കട്ട് ചെയ്ത് എന്താ കാണിക്കണേ? പെർഫെക്റ്റ് ആക്ഷൻ, പെർഫെക്റ്റ് ഷോട്ട് സാർ. പരവായില്ല സാർ, കൂൾ. നിനക്ക് പറവില്ലായിരിക്കും, എനിക്ക് പറവയാണ്. മാറി നിങ്ങട് കാഴ്ച കാണാനായിട്ട്. കുട്ടവല്ല പറ്റിയടാ. പാക്കപ്പ് പാക്കപ്പ്. ഓക്കെ ബൈ ബൈ. ആ ബൈ സാർ. നിക്കട ചോദിക്കട്ടാ. ഷാനു 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 അയ്യോ, ഞാൻ MGR ആണെന്ന് വിചാരിച്ചു. പൊളിച്ചല്ല വേഷം. വേണ്ട വേണ്ട, നീ പൊളിക്കണ്ട. ചെയർമാനെ വിളിക്കാതെ ഇന്റർവ്യൂ നടത്തി, ഷൂട്ടിങ്ങും തുടങ്ങി. അല്ല അത് ഈ തിരക്കിന്റെ ഇടയിൽ വിളിക്കാൻ പറ്റണ്ടേ ഭായി? അല്ലേ? വേണ്ട, സംസാരം വേണ്ട, ഇന്റർവ്യൂ മതി. ഇന്റർവ്യൂ പൊളിച്ചല്ലോ. ഡ്രസ് പെട്ടി ഇനി ഇതുപോലത്തെ കുപ്പായം എല്ലാം ശരിയാണ്. എന്താ ഇത്ര വൈകിയേ? എന്താ ഒന്നും മിണ്ടാത്തെ? നാണാകുന്നോ? നാണോ? എന്തിന്? നീയായിരുന്നോ അവനെവിടെ? നിന്റെ ദോസ്ത ഷാനോക്ക് ഇവിടെ ഉണ്ടാവുന്നല്ലേ ഞാൻ വിചാരിച്ചു. അല്ല ഇതെന്താണ് ഭായി, കട്ടപ്പാരിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് എങ്ങോട്ടാണ് വന്നില്ലേ? ആര്? ആരായാലും മതി. രശ്മിന്നാ പറഞ്ഞേക്കണേ, നിന്റെ ദോസ്ത് ഷാനുവേ. അയ്യേ, അങ്ങനെ ഈ പരിപാടി തുടങ്ങിയ? അയ്യടാ, അവന്റെ ഒരു പുച്ഛം കണ്ടില്ലേ? എന്നെ കാശ് വേണ്ടി വെച്ചപ്പോ നിന്റെ മുഖത്ത് പുച്ഛം കണ്ടില്ലല്ലേ? അല്ല അത് പിന്നെ ഞാനല്ലല്ലോ, ഷാനോക്കല്ലേ കാശ് മേടിച്ച്. നാറാണെങ്കിൽ നാറട്ടെ. കിടന്നില്ല ഇതുവരെ? இல்ல சார், அது வந்து சஜீஷ் சார் வந்து 2 பெக்கு குடுக்கறேன்னு சொன்னாரு, அதான் வெயிட் பண்றேன். സജീവ് സാർ അവര് ரொம்ப ബിസി. അവിടെ ഒരാളെ പാട്ട് പിടിപ്പിച്ചോണ്ടിരിക്ക. சார் சார் 2 பெக்கு கொடுக்க முடியுமா? ഞാൻ 2 വെക്കല്ലേ? അല്ല കുറച്ചും കൂടെ ഒഴിക്കുവായി. കൂട്ടുകാരനോ അതോ കൂട്ടുകാരിയോ? കൂട്ടുകാരൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എന്ത്? ബികോം സുവോളജി. പാട്ട് ഏറുമാന്റെ പുതിയ പാട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ? അതല്ല നല്ല പാട്ട്. അല്ല ബാത്റൂമിലെ പാട്ട്. അതെ, பக்தி பாடல் பாடட்டுமா? ടൈമിംഗ് ഒക്കെ തീരെ മോശാണേ ഈ ഡാൻസിന്റെ. അതിന്റെ ഇത് പ്രാക്ടീസ്. ടൈം 11 വയസ്സേക്ക് നമുക്ക് കാലത്ത് ഷൂട്ടിങ് നടക്കട്ടെ.
சாஜர் சார் കുഞ്ഞുമോനൊന്നും சொல்லலையா? டைம் எத்தனைன்னு தெரியுமா? நான் தூங்கணும். എനിക്ക് കൊഞ്ചം പേസണം. காலையில பேசலாம். അതൊന്നും പറഞ്ഞ പറ്റില്ല. എനിക്ക് ഇപ്പതാ പേസണം. വെറുതെ നിനക്ക് പൈസ തന്നിട്ടില്ലേ? நான் அபிநயக்கு தான் காசு வாங்கினது. അഭിനയിക്കാനാ? നീ ആരാണ്? ശിവരാജ് ഗണേശൻ വാ போங்க சார். എവിടെ? എന്തിനാണ്? എത്ര നാളത്തെ ആഗ്രഹം എന്നറിയോ? എന്റെ അടുത്ത 3 പടത്തിൽ നീയാണ് ഹീറോയിൻ. വാ പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തിനാണ് അടക്കല്ലേ? നീ ഒന്നും ഒരു കാലത്ത് കൂടെ പിടിക്കില്ലേ? വെറുതെ നീക്ക് ഇങ്ങനെ ആയി പോയത്. നിനക്ക് മനസ്സിലാവും എന്റെ വിഷമത്താന്നുള്ള കാര്യം. നിന്നൊക്കെ ദൈവം ചോദിക്കുള്ളൂ. എന്നെ തിരിക്കട്ടെ. നീ തിന്നണ്ട വിഷമം പോലുമില്ല. വന്നുണ്ട് വണക്കന്നേ. അതെ, നിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കില്ല നിങ്ങളുടെ പണി. നീ സൂപ്പർ സ്റ്റാർ. சூப்பர் ஸ்டார் இல்ல, சூப்பர் டான்சர். ப்ரொடியூசர் சார், நீக்கு டான்ஸ் எப்படி இருந்தது? ഏത് ഡാൻസ്? ഏത് നൈറ്റ്? ശംഭോ 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 ശംഭോ. സത്യമായിട്ട് എനിക്കറിയില്ല. ഡാൻസാ മനസ്സിലായി. നീയൊക്കെ ഒറ്റക്കിടന്ന് സൂയിക്കുകയായിരുന്നല്ലേ? ബാക്കി കാശ് വാങ്ങിക്കാൻ അങ്ങ് വാ. സത്യമായിട്ടില്ല. അതെ, ആ സജീർ ഒരു ലെറ്റർ തന്നുണ്ട്. ഒരു ലെറ്ററോ? ഇതൊക്കെ അവന്റെ തന്തയോട് കൂട്ടി ചെയ്യാൻ പറ. അല്ല അത് இப்ப என்ன சார் பண்றது? என்னதான் வழி? എന്താണ് ഇന്നത്തെ പ്രശ്നം? மோகன் சார், அவனால தான் എനിക്ക് അവളുടെ കാലുണ്ടോ? ആ തെണ്ടി മറ്റേ സിഗരറ്റ് കത്തിച്ചിട്ട് ഫുള്ള് കുത്തി പൊള്ളിച്ച് വെച്ച പാടാണ്. മനുഷ്യല്ല, എനിക്ക് ഇങ്ങനെയൊന്നും പടം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. എന്ത് പരിപാടിയാണിത്? ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാനില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. അല്ല നീ എന്താ ചെയ്യ? പ്രൊഡ്യൂസർ സാർ, നിങ്ങൾ കവലപ്പെടാതെ ആരത്? സാന്ദ്ര. சினிமான்னு சொல்றது பொண்ணு பிடிக்கிறதுக்கோ காசு சம்பாதிக்கிறதுக்கோ மட்டுங்கிறது ஒரு தெட்டிதாரணை. சினிமானாக்கா பல ஆள்காரோட கண்ணீர் வியர்வை சேர்ந்த ஒரு கலை. இந்த படம் செஞ்சிட்டீங்க, இது ஒரு பாடமா வச்சுக்கங்க. தயவு செஞ்சு இனிமே இந்த மாதிரி சினிமா செய்யாதீங்க. தம்பி, டேய், இந்த மாதிரி படமெல்லாம் செய்ய என்ன மாதிரி ஆளுங்க இருக்காங்கடா. உனக்கு சின்ன வயசு, உனக்கு இனியும் டைம் இருக்கு. பெரிய பெரிய படம் செய்யலாம். இது எல்லாத்தையும் விட்டுருங்க. என்ன ആംബ്രോസേ, നീ പാപം ചെയ്തിരിക്കുന്നു. ആദിപാപമാണോ പിതാവേ? നീ ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചിരിക്കുന്നു. ആയതിനാൽ ഇനിമേൽ നീ സ്വർഗത്തിന്റെ അവകാശിയല്ല. പിതാവേ, ഞാൻ ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കുന്നു. മാപ്പ്. അയ്യോ.
തമാശ കളിക്കരുത്. ഞാൻ ക്രിസ്ത്യാനിയല്ല. ഞാൻ ക്രിസ്ത്യാനിയല്ല പറഞ്ഞില്ലേ? എന്തിനു കേട്ടത്? പലിശക്കാരൻ മത്തായിയോട് മേടിച്ച 3 lakhs. എവിടെ നോക്കിയാലും ഇത്തരം അശ്ലീല പോസ്റ്ററുകൾ മാത്രം. കലാമൂല്യമുള്ള സിനിമകളെ തകർത്ത് തരിപ്പണമാക്കി നഗ്നത വിറ്റ് കോടികൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമകൾക്കെതിരെ സർക്കാരും സിനിമാ സംഘടനകളും സാംസ്കാരിക നായകന്മാരും മൌനം പാലിക്കുകയാണ്. ഒരു സെക്കൻഡ്. ഇതുമല്ലാത്ത കൊലച്ചതിയായി പോയിട്ടോ. എന്താ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണ്ടേ? വേണം, റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ ആംബ്രോസിന്റെ പടം കഴിഞ്ഞിട്ട് പോരായിരുന്നു. എന്താ സാന്ദ്ര വന്നിരുന്നല്ലേ? சார் நான் ரெடி. டேக் போலாமா? സാർ ഷോട്ട് റെഡി. നോക്കാല്ലേ? റെഡി. തുടങ്ങാം. ஓகே சார். 50 ടേക്ക് 2 റോളിംഗ് ആക്ഷൻ. ஐயோ അയ്യോ ചെറുപ്പത്തിൽ കാണിക്കണോ? എന്ത് വൃത്തിയാണ് നീ കാണുന്നത്? എന്ത് തോന്നുന്നു നീ കാണിച്ചത്? അതായത് ഇതാ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആള് വേണമെന്ന് പറഞ്ഞു. പോകാൻ പോണേ നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. പെട്ടി ബാക്കി ചെയ്തുകൊണ്ടിരിക്കണോടാ. ഹലോ എടാ, അവള് പോയി ഞാൻ തൂങ്ങി ചാവേണ്ടി വരും. നീ എങ്ങനെയെങ്കിലും പറഞ്ഞു സോൾവ് ചെയ്യും. ഞാനാ എന്തിന്? എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. നിങ്ങൾ എന്നെ വരുത്തിച്ച് പിന്നെ ഇത് എടാ, നീ പറഞ്ഞ അവള് കേക്കും. ഇതുവരെ ഷൂട്ട് ചെയ്തൊക്കെ തിരിച്ചു ഷൂട്ടാൻ പറ്റി നടക്കുന്ന കാര്യമല്ലട്ടത്. പറ്റുന്ന നീ പോയി കാല് പിടിക്കാൻ നോക്കി. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ അംബ്രോ സാർ പറഞ്ഞത് ചിലപ്പോ കേക്കും. എടാ, നീ ഒന്ന് വന്നേ. ഞാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ, പെട്ടുപോയില്ല. ഇതെങ്ങനെയെങ്കിലും തീർക്കണ്ടേ? വാ, നീ ശരിയാവില്ല. ഞാൻ പറഞ്ഞ ശരി. നീ പറഞ്ഞ കേക്കും. ചെല്ല് ചെല്ല്. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? லட்சுமி, ஷூட்டிங் நடக்காததானே உங்க பிரச்சனை? அதுல நடிக்கிறவன் செத்து போனாலும் உங்களுக்கு கவலை இல்லல்ல? நாங்களும் மனுஷன் தானே, எங்களுக்கு இருக்கு சார் வலியும் கவலையும். உங்களை மாதிரி ஆம்பளைங்க முன்னாடி துணி அவுத்து போட்டு சுத்துறதுக்கு எங்களுக்கு ஒன்னும் சந்தோஷம் இல்ல, பொழைக்கிறதுக்கு. பட்டுட்டேன், தயவு செய்து தொந்தரவு பண்ணாதீங்க, விட்டுருங்க ப்ளீஸ். ലക്ഷ്മി, പോകരുതെന്ന് പറയാൻ വന്നതല്ല ഞാൻ. സോറി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും ഐ എം എക്സ്ട്രീംലി സോറി. എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കുന്നു. സൂചിച്ച് കിടക്കുന്ന കണ്ടില്ലേ? എന്റെ കാര്യമൊന്നും നടന്നില്ല. ഹലോ, എന്റെ കാര്യം ഇതുവരെ ഒന്നും നടന്നില്ല എന്ന്. പ്ലീസ് ഇപ്പൊ ചെല്ല്. എന്തോ സംസാരിക്കാം. നീ ആ രശ്മിയുടെ മുറി ഇറങ്ങിയോടെ ഞാൻ കണ്ടായിരുന്നു. നീയൊക്കെ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് തിന്നണ്ട. എനിക്ക് കൂടെ തന്നിട്ട് ഞാനല്ലേ പൈസ എടുത്ത് നിനക്ക് അങ്ങോട്ട് തന്നിട്ട് 3 ലക്ഷം എന്റെ പൈസ തരാൻ, പൈസ എടുക്കാനുണ്ട്. ശരിയാക്കി തരാടാ. നീയൊക്കെ എന്റെ കാശ് കൊണ്ടാണ് അർമാദിക്കുന്നത്. കുറെ നാളായി പട്ടി ഇറച്ചിക്കടയിൽ മുമ്പ് നിൽക്കുന്നല്ലോ ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും തിന്നാൻ കിട്ടും വിചാരിച്ചിട്ടും. എന്നിട്ട് എവിടെ ഇനി സഹിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറ. എന്നിട്ട് എന്റെ കാശും തിരിച്ചതാ. ഇയാള് ചാൻസ് ചോദിച്ചു വന്ന ആളാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? എനിക്കറിയില്ല സാറേ. ചാൻസാ? ഞാനാ?
കാക്കേ ഞാനേ 3 ലക്ഷം രൂപയാണ് എണ്ണി കൊടുത്തേക്കണത്. ഇനി ബാക്കിയും കൂടെ കൊടുക്കണം. ഇനി എന്റെ കാര്യം നടക്കാതെ ചില്ലി കാശ് ഞാൻ തരില്ല. ആഹാ, നീ കൊള്ളാലോടാ മനുഷ്യാനുവേ. നീ ഇതുപോലെ എത്ര പേരുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിച്ചിട്ടുള്ളത്? എന്നെ പാട്ടിലാക്കാതിന്റെ ഒരു ഓഫർ 1 കോടി. അപ്പൊ നിങ്ങളാരാ? ഐ ആം വേണുഗോപാൽ മേനോൻ, വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഓഫ് ദിസ് മൂവി. ഞാൻ പറഞ്ഞില്ലേ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. രണ്ടുപേരും നൈസ് മീറ്റിംഗ് യു. ഇപ്പൊ മനസ്സിലായി എന്റെ കാര്യം എന്താ നടക്കാത്തതെന്ന്. ദാ ഒന്നീ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം, ഇല്ലെങ്കിൽ എന്റെ കാശ് തിരിച്ചു കിട്ടണം. ഇപ്പൊ പറ, ഞാൻ നിക്കണോ അതോ പോണോ? പോകുന്നതല്ലേ നല്ല. വേണ്ടടാ, പിടിച്ചു നിർത്തടാ. നിനക്ക് കൂട്ടിക്കൊടുപ്പുണ്ടോടാ? അയ്യേ രണ്ടുപേരെങ്കിലും കൂട്ടിച്ചേർക്കണേന് കൂട്ടിക്കൊടുപ്പെന്ന് പറയരുത്. അത് മാത്രം ഒരിക്കലും പറയരുത്. പറയാം, ഇപ്പൊ തന്നെ വേലായുധ സാറിനെ വിളിച്ചു പറയാം. നാട്ടുകാർ മുഴുവൻ അറിയട്ടോ എന്റെ കൂട്ടിക്കൊടുപ്പ്. അതുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. കൂട്ടിക്കൊടുപ്പൻ അത് മാത്രം ഒന്നോട്ടെ. താൻ പറയോന്ന് പറയും. ഗ്ലെൻഫിഡിച്ച് 4000 രൂപയുടെ സിംഗിൾ മാർട്ട് വിസ്കി എന്റെ കയ്യിലുണ്ട്. പറയോ? ഇല്ല, പറയില്ല. എനിക്കറിയാം. താങ്ക് യു സാർ. അങ്ങനെ വേലാതെന്ന് പറഞ്ഞില്ലേ, അത് വേറെ വല്ല പ്രൊഡ്യൂസറാണ് ഇനിയും. കരീംഭായ്, രശ്മി, കരീംഭായ്ക്കുള്ള പോയി കുളിക്കാം. ഷാനു Anything else, sir? Yes. Don't call me sir. Call me കുട്ടൻ. പറയൂ കുട്ടൻ. കിച്ചൺ ക്ലോസ് ചെയ്യാറായി. എല്ലാം ക്ലോസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. നിന്നെ വരൂ റോസ്. നശിപ്പിച്ച്. என்ன சார், எதுவும் ப்ராப்ளமா? அல்ல அது கொஞ்சம் சேஞ்ச் இருக்கு. சேஞ்சா? ஃபர்ஸ்ட் இந்த ஹீரோவை சேஞ்ச் பண்ணிடலாம். எதுக்கு சும்மா ஸ்கிரிப்ட்ல கொஞ்சம் சேஞ்ச் ഉണ്ട്. இப்ப நான் பண்றேன் பாருங்க. இது ஓகேவா? ഞാൻ ഇങ്ങനെ പിടിക്കാമോ? ലക്ഷ്മി സ്റ്റോപ്പ് പ്ലീസ്. വേറെ சொல்றேன். ആ സ്ക്രിപ്റ്റ് ഒന്ന്. സീൻ നമ്പർ 46, റെസ്റ്റോറന്റിന്റെ അരണ്ട വെളിച്ചത്തിൽ പ്രണയബദ്ധരായിരിക്കുന്ന റോസും രവിയും, വികാര വിവശനായ റോസിനെ ചുംബനം കൊണ്ട് മൂടുന്ന രവി, പുളയുന്ന റോസ് കൃഷ്ണസർപ്പങ്ങളെ പോലെ റെസ്റ്റോറന്റിന്റെ മേച്ചക്ക് മുകളിൽ ഇണചേരുന്ന ഉടലുകൾ, അതിനിടയിൽ അഴിഞ്ഞു വീഴുന്ന റോസിന്റെ ഉടയാടകൾ, രതിയുടെ നീർച്ചാലുകൾ പോലെ ഒഴുകി വന്നു ഒന്നാകുന്ന 2 ശരീരം. Action. Anything else, sir? Yes. Don't call me sir. Call me കുട്ടൻ. പറയൂ കുട്ടൻ. കിച്ചൺ ക്ലോസ് ചെയ്യാറായി. എല്ലാം ക്ലോസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് നിന്നെ. എടാ ചതിയാ, ലോകത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആണെന്ന് വിചാരിച്ചോടാ ബ്ലഡി റാസ്കൽ. ഓക്കേവാ സർ? ഓക്കെ. വേലുണ്ണ, അടുത്ത റൂമിലേക്ക് ഷിഫ്റ്റ് ആട്ടോ. ഓക്കെ. ലക്ഷ്മി മാഡം கொஞ்சம் ஸ்வீட்ஸ் போஸ்ட் பண்ணுங்க. இப்போ இல்ல, பிஸி. போ. சரிங்க மேடம்.
ഇളം റോസ. അയ്യടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഡയറക്ടറും പ്രൊഡ്യൂസറും പക്ഷെ ഒരു താങ്ങും കൂടി താങ്ങിയിട്ടില്ല. ഈ കരീമിനെ ദുബായിൽ തല പൂവമ്പുഴ പോലെ ഒന്നിനെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ ഒരാഗ്രഹം സിനിമയിലുള്ള ഒന്നിനൊന്ന് ടച്ച് ചെയ്യണമെന്ന്. ഒന്നും നടക്കാതുള്ള പൈസ കളഞ്ഞിട്ട്. നിനക്കൊന്നും അറിയില്ല കരീം ആരാണെന്നും. നീ വാ കൊച്ചിയിലോട്ട് കാണിച്ചു തരാൻ നിന്നെയൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞ മുട്ടയല്ല ബോംബാണെന്ന്. ഏയ് ബോംബല്ല, ആറ്റം ബോംബാ. ഡോറടിച്ചേക്കാം. സെൽഫ് തിരിച്ചു. ബഡ്ജറ്റ് ഒന്ന് ചെറുതായിട്ട് കൂടി. അത് പറഞ്ഞ് കണ്ടവന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ വെച്ചിട്ടല്ലേ ഈ പരിപാടിക്ക് വെക്കണ്ടത്. വെറുതെ മനുഷ്യനെ വെള്ളത്തിലാക്കാൻ വേണ്ടി. ഞാനൊരു കോൾ ചെയ്ത കോടികൾ ഇവിടെ വരും. പക്ഷെ അവരെന്റെ കാല് പിടിക്കണം. പിടിച്ചാ വരും വരും. എന്തോരും കോടികൾ. കുറച്ചും കൂടി നീങ്ങിയിരുന്നോ? അല്ലെങ്കിലേ അത് പൊട്ടി തലേ വീഴും കേട്ടാ. കോടികള്. ഒന്ന് രണ്ട് മൂന്ന് പോട്ടെ 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 4 5 പോട്ടെ പോട്ടെ പോട്ടെ. ഇത് സൂക്ഷിക്കാൻ തരുന്നതല്ല, കാശും കൂടി തരണം. പാറ്റ കൊടുക്കലാണ് യൂണിറ്റ് പാർക്ക് പറഞ്ഞോട്ടാ. എന്നാ ഇറങ്ങണ്ടാ. ഇവിടെ ചോറ് തിന്നാൻ പോലും കാശില്ലാണ്ടിരിക്കുമ്പോ അവന്റെ ഒരു പാറ്റ കിട്ടി. കാശില്ല. എന്റെ പണമില്ല. പ്രൊഡ്യൂസർ അങ്ങേ ഞാൻ വിളിച്ചതേ ഉള്ളൂ. പ്രൊഡ്യൂസറിനടുത്ത് പോയി ചോദിക്കേ. ഞാനാണ് ചോദിക്കണ്ടേ? ഞാനാണ് പൈസ തരാനുള്ളത്. അയാളുടെ പേരിലൊരു ഷാജഹാൻ താജ്മഹലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കയ്യിൽ 5 പൈസ ഇല്ല. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. പോയി ചോദിക്ക്. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയി ചോദിക്ക്. എന്റെ അടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അയാൾക്ക് പോയി ചോദിക്ക്. ചെല്ലേ. ഇയാൾക്കുണ്ട് തോറ്റ്. ഷാനുമോനെ, നിനക്ക് ഞാനിനി 10 നയാ പൈസ തരികയില്ല. അങ്ങനെ ആ വഴി അടഞ്ഞു. ഒക്കെ ശരി, ഒക്കെ ശരി. ഞാൻ പറഞ്ഞ என்ன சார்? ഒരു കാര്യം പറയാൻ. உள்ள வாங்க. சொல்லுங்க சார். അത് ഈ ஏதாவது ப்ராப்ளமா? രശ്മിയുടെ സാലറി ഇപ്പൊ കാശ് ഇത്തിരി ടൈറ്റാണ്. തരാനുള്ള ബാലൻസ് ഒക്കെ തരും, പക്ഷെ ഇപ്പൊ ഇല്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ. പിന്നെ എപ്പോ തരും? അത് പടം തീരുന്നതിന് മുമ്പ് എന്തായാലും തന്നിരിക്കും. அதுக்கு என்ன ഗ്യാരണ്ടി? ഗ്യാരണ്ടി ചുമ്മാ சொன்னேன். அது பரவாயில்ல. പരവായില്ല അല്ലേ? നിനക്ക് പരവായില്ല, നമുക്ക് പരവായില്ല. അത് ഞാൻ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയത്. சார், நான் அழகுதானே? நீங்க ஏன் இப்படி? என் கதவு தட்டாத, என்ன படுக்க கூப்பிடாத ஒரே டைரக்டர் நீங்க மட்டும்தான். ஏன் என்ன பிடிக்கலையா? பிடிச்சிருக்கா? சும்மா சொல்லாதீங்க. நான் நாளைக்கு காசு கேட்பேன் தானே ஆமான்னு சொல்றீங்க. അതല്ല பின்ன രശ്മിയുടെ അടുത്ത കമ്മിറ്റ്മെന്റ്സ് എന്തൊക്കെയാ? நான் இன்னும் 4-5 படம் கமிட் பண்ணி வச்சிருக்கேன். എല്ലാം இந்த மாதிரி പടങ്ങളാണോ? பின்ன അല്ല, കുറച്ച് നല്ല പടങ്ങളും ട്രൈ ചെയ്തൂടെ? சரி, இந்த மாதிரி படம் பண்றீங்க? അല്ല, അത് ഞാൻ പിന്നെ அதை விடுங்க சார், அது என் தலைவிதி. നാളെ ഷൂട്ടിന് വരുമല്ലോ അല്ലേ? நீங்க டென்ஷன் ஆகாதீங்க. நான் நாளைக்கு கண்டிப்பா ஷூட்டிங் வருவேன். சரியா? போய் தூங்குங்க. குட் நைட். ഗുഡ് നൈറ്റ്. போய் தூங்குங்க சார். குட் நைட். ഓക്കെ, ശരി. ബൈ.
சார் എനിക്കേ ஏதாச்சும் சொல்லணுமா? ഒരു കാര്യം. லவ்வா? என்ன லவ் பண்றீங்களா? குட் நைட் சார். ശില്പം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ ശില്പവും ശില്പത്തിന്റെ മോഡലും അത് ഈ താരാദാസിനുള്ളതാണ്. റോസ്, റോസാപ്പൂ, എന്റെ പഴയ ശില്പം, നീ എന്തിനിവിടെ വന്നു? നിന്നെ കൊല്ലാൻ. കലാകാരന് മരണമില്ല റോസ്. ഒരിക്കൽ ഞാനും ഇവളെ പോലെ തന്റെ കാലുകൾ വീണ് കരഞ്ഞതാണ്. പക്ഷെ നീ എന്നെ ഇവളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരല്ല താരാദാസ്. ഈ താരാദാസ് ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. രശ്മിയുടെ സീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓ ഓക്കെ ഓക്കെ ബൈ സർ. ആ ശരി. ബൈ സർ. ബൈ സർ. ഓക്കെ ബൈ ബൈ ബൈ. അതെ, ഞാൻ ആ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റൈറ്റ് ഇട്ടിരുന്നു. ശ്രദ്ധിച്ചിനാ കണ്ണില്? ഭയങ്കര ഓറേനെ. അതെ, ഈ യൂണിറ്റിന്റെ കാശൊക്കെ സെറ്റിൽ ചെയ്തോ? യൂണിറ്റ് ഇവിടെ ആർക്കും ബാറ്റ് കൊടുത്തിട്ടില്ല, റൂം റെന്റ് കൊടുത്തിട്ടില്ല. എന്തോരം കൊടുക്കാണ്ടെന്ന് അറിയോ? ഇനി ഇതിൽ എത്ര ഉണ്ട് നോക്കട്ടെ. എന്റെ സജീറെ കുറച്ച് സാവകാശം താ. സജി സർ, പ്രൊഡ്യൂസർ സർ, ഐ എം ലീവിംഗ്. ബൈ. ലക്ഷ്മി മാഡം ரொம்ப நன்றி. ബാലൻസ് കാശ് ഞാൻ ചെന്നൈയിൽ എത്തിച്ചോളാം. ഇവിടെ കുറച്ച് ടൈറ്റ് ഉണ്ട്, അതുകൊണ്ടാ. അത് പരവായില്ല. പാക്കലാം. ரொம்ப നன்றി. ബൈ. നன்றി മാഡം. ശരി. ബൈ. എത്ര ഉണ്ടത്? ഇതൊരു 27. ഇങ്ങതാ ഹോട്ടൽ സെറ്റിൽ ചെയ്യാനുള്ള. ഇങ്ങ് തരാ. ലക്ഷ്മി, സോറി, മുഴുവനില്ല, ഒരു 3000 കുറവുണ്ട്. അത് പരവായില്ല. താങ്ക് യു. ബൈ. അങ്ങനെ അധികം ചിരിക്കണ്ട. കട്ട് ചെയ്തോളാൻ പറ്റൂ? കാശാച്ചിലെ പണി ഇവിടെ നിൽക്കൂട്ടാ. 30 പവനുണ്ട്. അറിയാല്ല, എന്റെ മോളുടെ ജീവിതാണിത്. പേടിക്കണ്ട നാസർക്ക, എന്തായാലും നിക്കാന് മുമ്പ് ഞാൻ അടുത്ത് വരും. ഒന്നില്ലെങ്കിലും ഞാൻ കയ്യിലെടുത്തുകൊണ്ടിരുന്ന കൊച്ചല്ലേ, ഒരു കവർ കിട്ടും. മുമ്പ് വാങ്ങിയതും ഇപ്പോഴത്തേം ചേർത്തൊരു 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചുതരാം. ഇത് പൊന്നാണാ? എന്തേ വേണം? അയ്യോ, ഇത് ഭാര്യയുടെ കെട്ടുകാലില്ലേ? അത് സാരല്ലടാ. അല്ല, കെട്ടുകാലല്ലേന്ന് ചോദിച്ചാ. ആ സയ്യറെ,
ക്യാഷ് DTH ഉണ്ട് കേട്ടോ. ആ എന്താണ് തീവണ്ടിയാ? നല്ല കണ്ടീഷനാടാ. നീ ഒരു 4000 തന്നാ മതി. 1 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ട് പെട്രോളിന്റെ കത്തിച്ചളയാൻ ഇന്ന് പോടാ. देखो सर, ये दूसरा फिल्म है मलयालम फिल्म. ഭയങ്കര ചിരിയൊക്കെ അല്ലേ? ഇത് കഴിഞ്ഞ് എന്താ ബാത്ത് സീൻ അല്ലേ? വെള്ളം തീർന്നു കുളിക്കും. एल्बम तो ठीक है, अभी फिल्म दिखाओ. ഉന്മാദലഹരിയിൽ പാറിപ്പറന്ന രണ്ടിണക്കുരുവികൾ. ആ സുന്ദര സുരഭില നിമിഷങ്ങൾ ഇന്ന് വെറും ഒരു ഓർമ്മ മാത്രം. റോസ്, ചേച്ചിയുടെ കുട്ടൻ ഇപ്പോഴും ചേച്ചിയെ കാത്തിരിക്കുന്നുണ്ടാവോ? അറിയില്ല എന്റെ കുട്ട. റോസ്, നൂറുകോടി പൂക്കൾ നിന്നും പുഞ്ചിരിക്കും താഴ്വരയിൽ ഞാൻ തിരഞ്ഞ നീ സുന്ദരി സുന്ദരി സുന്ദരി, ഞാൻ തിരഞ്ഞ റോസാപ്പൂ നീ സുന്ദരി സുന്ദരി സുന്ദരി, ഞാൻ തിരഞ്ഞ റോസാപ്പൂ നീ സുന്ദരി. ഞാനവര് സംസാരിച്ചൊരു ഡീൽ സെറ്റ് ചെയ്യട്ടെ. കുറച്ച് അതൊക്കെ നോക്കട്ടെ. ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് ഒരു മാറി അവനെ സംസാരിക്കട്ടെ. അങ്ങോട്ട് നോട്ടെ. എന്താണ് വന്നേ നടക്കങ്ങോട്ട് ഒരു കഥ ഉണ്ട്. വാ അങ്ങോട്ട് എനിക്ക് പറഞ്ഞുതരാ. വാ പോരാ പോ. അതെ എന്താ രശ്മി സൂപ്പറല്ലേ? രശ്മി എല്ലാം സൂപ്പർ. അതല്ല ഞാൻ പറഞ്ഞ ഹിന്ദിയില് തമിഴില് തെലുങ്കില് മറാഠില് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഓടിച്ച ഒരു 3 കോടി ഉണ്ടാക്കാം. നമുക്കൊരു 1.30 സജീർ ഭായ് 90 ലൈക്സ് ഓക്കെ. ഇല്ല ഇത് കുറവാ. എന്താണ് പടം വന്ന് സൂപ്പർ. ഒന്ന് ആലോചിക്കുന്ന കണ്ടല്ലേ നിങ്ങള് അല്ലേ? ആലോചിച്ചിട്ട് ആലോചിക്കട്ടെ. എന്താവാൻ അവര് പറഞ്ഞ പൈസ ഇട്ടൊക്കെ നെട്ടിപ്പോവും. കോടിയാ കയറിക്കേ നമുക്ക് വേറെ ആളോ നോക്കാം. ഭയങ്കര മോശമാണ് ഇവര് പറയണം. കയറി കയറി എല്ലാവരും കയറി. അല്ല ഞാൻ എന്തൊക്കെ നടക്കില്ല ഒന്ന് വിളിക്കാം. ഒന്ന് കൂട്ടി പറയാം. ഓക്കെ എല്ലാവരും കയറി പറയാം. ഭയങ്കര മോശം കയറി. എന്താന്ന് പറയും ഭയങ്കര സങ്കടമാണ് കേട്ടിട്ട്. ഇപ്പോ അതർ ലാംഗ്വേജും റൈറ്റ്സും എല്ലാം ഉൾപ്പെടെ ഒരു 14 ലക്ഷം കിട്ടിയാ കിട്ടി. 24 ലക്ഷം മുടക്കി പടത്തിന് 14 ലക്ഷം. നീ ചങ്ക് പൊട്ടണം വർത്താനം പറയില്ല സൈറെ. ഷാനുഭായി വിഷമിക്കല്ലേ? നമുക്ക് ജോർജിനെ കൊണ്ട് സംസാരിച്ചു നോക്കാലോ. എടാ പടത്തിന് 2 കോടി വാങ്ങിച്ചു തരാനല്ലേ ഷൂട്ടിന് മുമ്പ് പറഞ്ഞേ. ഇപ്പൊ നീ ഇത് മാറ്റി പറയണേ. കോടികൾ കിട്ടും പക്ഷെ എടുത്തു വെച്ചിരുന്ന പാടം അങ്ങനെ ആയിരിക്കണം. പടത്തിന് എന്താണ് കുഴപ്പം? നിന്റെ മഹാനായ റൈറ്റർ VT ശങ്കരനെ കൊണ്ട് നീ തന്നെ എഴുതിച്ചുണ്ടാക്കിയല്ലേ? അതൊക്കെ വെട്ടിത്തിരി നീ കുളമാക്കിയില്ലേ? എന്ത് കുളം? കുളം ഈ പടത്തിലൊരു കുളിയുണ്ടോ? നല്ലൊരു ബെഡ്റൂം സീനുണ്ടോ? ഒരു ചെറിയ റേപ്പെങ്കിലും? എത്ര പ്രാവശ്യം ലിസ്റ്റ് കൊടുത്താണ് ഇങ്ങനെയൊക്കെ എന്നിട്ട് എന്തെങ്കിലും നീ ഷൂട്ട് ചെയ്തോ? ആ സലോമി ഒരു അരപ്പെങ്കിലും. സലോമി നീ കൊണ്ടുവന്ന ലോകസുന്ദരി ഇവിടെ എല്ലാവരും കണ്ടാണല്ലോ. സലോമി പോട്ടെ പൈസ കൊടുത്താണ് രശ്മി. അവളെ നീ എന്താ ഷൂട്ട് ചെയ്ത? ആ ബെഡ്റൂം സീനൊക്കെ ഉണ്ടല്ല അവളെ ആൾക്കാർ ഉറക്കം കെടുത്തിയാനെ. അതെങ്ങനെയാണ്? അപ്പോഴത്തേക്ക് അവളോട് പ്രേമം. അവള് വെച്ച് മാലാഖയായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പടുതായിരിക്കും വിളിക്കാം. എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല നീ പറയണ പോലെ ഷൂട്ട് ചെയ്യാൻ. ഇത് എന്റെ പടമാണ് മനസ്സിലായ? എന്നെ കൂടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെങ്കിൽ പടം ആരും എടുക്കാനില്ലാണ്ട് ഇല്ലാണ്ട് നീക്കേണ്ടി വരും. ഇക്ക ഇവനോട് ആയിപ്പാണ്. ഇക്കോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ വിശ്വസിക്കരുത്. ഇവൻ കള്ളനാണ്, ഇവൻ കക്കും. വേറെന്താ വെച്ച് പറഞ്ഞു കള്ളനാക്കിയിട്ട് തന്നെ 11 ലക്ഷത്തിന് തീരേണ്ട പടം ഒരു ആവശ്യമില്ലാത്ത ബഡ്ജറ്റ് കൂട്ടിയിട്ടുള്ള കാശ് കൂടെ അടിച്ചു മാറ്റേണ്ട കള്ള പതിനി. ഇനി ബാക്കി സെറ്റുള്ള കാശ് കൂടെ വാപ്പൊന്ന് കൊടുക്കോ? ഇന്ന് വരെ ഞാൻ എന്റെ വാപ്പ കുളിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടേ നന്നായി പോയനെ. നീ അല്ല പ്രൊഡ്യൂസർ ഈ നക്കല്ലേ അല്ല ഈക്കല്ലേ ഇവര് പറഞ്ഞയച്ചു ഇവര് വേറെ പണി എന്താ പറഞ്ഞോടാ നീ ആറാമില്ലേ? പടം കഴിഞ്ഞില്ലേ? ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ പോ നോക്ക്. അല്ലേക്ക് ഞാൻ സുരക്ഷയുടെ താക്കോൽ വന്നിണ്ടാ? അവര് പോയത് താൻ പറഞ്ഞില്ല. എങ്ങോട്ട് പോയി? അതറിയില്ല. കൊറേ ദിവസം പോയിട്ട്. ഇവനൊക്കെ പിള്ളേരെ വഴിതെറ്റിക്കുന്നത് പിടിച്ച് മുക്കാലി കെട്ടി അടിക്കണം. സംവിധായകൻ
കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളൊന്നും ഓർത്തില്ല. നാറി. അശ്ലീല സിനിമകൾക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം. മലയാളത്തിലെ താരസംഘടനകളും വനിതാ സംഘടനകളുമാണ് ഇക്കിളി സിനിമകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ജനതയുടെ സാംസ്കാരികമായ മൂല്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് താരസംഘടനകളും വനിതാ സംഘടനകളും സാംസ്കാരിക വകുപ്പ് മന്ത്രി എൻ.എ. ഹംസയ്ക്ക് നിവേദനം നൽകി. ഇത്തരം സിനിമകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇനി അങ്ങോട്ട് റെയ്ഡോട് റെയ്ഡ് അയക്കും. പണം കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ വിറ്ററിഞ്ഞേക്കാം. ആ ജോർജിനോട് സംസാരിച്ച് നമുക്ക് എങ്ങനെ ഒരു 10 രൂപയെങ്കിലും ഒപ്പിക്കാം. അതങ്ങോട്ട് കൊടുത്തേക്ക. കൊടുത്തേക്കാം. സാറേ അവന്മാര് പടം 3 കോടിക്ക് വിറ്റ് കേട്ടാ. അവന്മാര് 2 ലക്ഷം കൂടെ കുറച്ച്. ദൈവം, ഇത് അടുത്ത മാസം ഡേറ്റ് ആണല്ലോ. അപ്പോ നാദരയുടെ സ്വർണം നാസർക്ക, ഞാൻ എന്ത് ചെയ്യാനാണ്? 1 മാസായി ഓന്റെ എന്തേലും വിവരോ വിളിയോ കിട്ടിയിട്ട്. നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് എന്തിനാ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ മോനാണല്ലോ എന്നോർത്ത് സഹായിച്ചതാണ്. വീട് പണയം വെച്ച് വാങ്ങിയ സ്വർണമാണ് ഞാൻ അവനെടുത്ത് കൊടുത്തത്. മറ്റന്നാൾ നാദരുടെ നിക്കാഹ് നടന്നില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ മയ്യത്തായിരിക്കുമെന്ന്. എന്റെ റബ്ബേ, ഓൻ കാരണം എല്ലാരും മയ്യത്താവുമല്ലോ. എടാ ഷാനു, എത്രയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുങ്ങി നടക്കണേ? അറിയില്ലടാ. ദൈവമാണ് പിശാച്. സിനിമയുടെ കാര്യം നാട്ടിലറിയിച്ച് റോഷനാണെങ്കിലും മുഴുവൻ ഫ്ലാഷാക്കി ഇത് തെണ്ടിയാ. നമ്മളെ കണ്ട് ഷാനു കലക്കി. ഇനി നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് ലോകത്തെ എല്ലാവരും അറിഞ്ഞോളൂ. വേഗം മുങ്ങാം മുങ്ങാം. മച്ചാനെ പൊളിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ്. പടം ഹിറ്റാണെന്താ പൊടികൈ. കൊറേ നാളെ കൈ കിട്ടാൻ വേണ്ടി സത്യം സോറിടാ. അല്ല, ശരിക്കും ഹിറ്റാണോ? പടം ഹിറ്റാണ്. ഒരിക്കലും സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ. സ്വാഗതവുമാരോ ആശംസ നേരുന്നതാരോ നേരോ നേരോ ഈ ലോകമാകെ എനിക്കുള്ളതോ മണ്ണിലാണോ വിണ്ണിലാണോ ഇവിടെ ഞാൻ വന്നു നിൽക്കുന്നതേതേത് സ്വർഗത്തിലോ. എവിടെയാണ്? എവിടെയൊക്കെ അന്വേഷിച്ച്? എന്താണ് പടം പൊളിയാൻ? പടം സൂപ്പറിറ്റാണ്. നീ ആരാണ്? എംറോസ് ഇപ്പൊ ആരാണ്? എംറോസിന്റെ ഒറ്റ പേര് മതി. പ്രൊഡ്യൂസർമാർ പുറകെ നിൽക്കും. അത് കൊടുത്ത് സമയങ്ങളല്ലേ? എന്താന്നറിയോ? പൊളിയാണ്. വെച്ചോ അടുത്ത പടത്തിന് അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. പൈസ തിരിച്ചു കൊടുത്തേക്ക്. എന്താ വേണ്ട സയ്യനെ, നിനക്ക് ഞാൻ പടത്തിന്റെ കുറച്ച് ബാലൻസ് ഇടാനുള്ളല്ലേ? അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ വിട്ടില്ലേ. ഇപ്പൊ അടുത്ത പടമായില്ലേ? എന്താണ് ഷാനുഭായി, അതൊക്കെ മറന്നേക്ക്, കുഴപ്പമില്ല. പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പടം ഇറ്റായിട്ടും കാശൊക്കെ തരില്ല പറഞ്ഞാൽ മോശമല്ല വെച്ചാനെ. പിന്നെ കടം പേടിച്ച കാശ് പലിശ അടക്കം തിരിച്ചു കൊടുക്കണം അല്ലേ? അതെ അതെ. ഇവന് 2 കൊടുത്തില്ല, എനിക്ക് സമാനമില്ല. ബിന്ദു അവന്റെ രശ്മി ശങ്കർ, ഇനി മേലെ ഒരുത്തിനെ പറ്റിച്ചോണ്ടല്ലോ, നിന്നെ കൊന്നോളേ.
എടാ എന്നെ 1 കോടി ഞാൻ അടിക്കണ അയ്യോ ഗേറ്റ് അടച്ചിട്ടില്ല. ഓടിക്കോ. അസ്സലാമു അലൈക്കും നാസർക്ക. ചുമ്മാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിയില്ലെങ്കിലേ. ബിഗ് ബിയിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ കൊച്ചി ഇന്ന് പഴയ കൊച്ചിയല്ല. മലയാള സിനിമ പഴയ മലയാള സിനിമയല്ല. ലൈല മാറി സണ്ണി ലിയോണായി. ഒരു സൈഡിൽ 500ഓളം ടാക്കീസുകൾ പൂട്ടിയപ്പോ മറ്റേ സൈഡിൽ 1000ഓളം മറ്റേ സൈറ്റുകളാണ് തുറന്നത്. അന്ന് ലൈല പടം നിർത്തണം, അത് സമൂഹത്തെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് തൊള്ള കയറിയ ആദർശധീരന്മാരൊക്കെ ഇപ്പൊ എവിടെയാണ്? ഞങ്ങളുടെ കഞ്ഞിയും മണ്ണ് വാരിയിട്ടപ്പോ എല്ലാവരും ഹാപ്പി. ഏതായാലും അന്നത്തെ ഇക്കിളി തരംഗംകാരൻ രക്ഷപ്പെട്ടത് സജീറിനെ പോലുള്ളവര്. പഴയ തരികിട പരിപാടിയൊക്കെ തന്നെയാവും. പിന്നെ നമ്മുടെ വേണിച്ചേട്ടൻ. ടിക്കറ്റ് എവിടേക്കാ? KP കേരള പോലീസ്. വായിൽ നാക്കുള്ളിടത്തോളം കാലം പേടിക്കണം. അങ്ങേര് ജീവിച്ചു പൊക്കോളും. റോസാപ്പൂവിന് ശേഷം ആംബ്രോസും കുടുംബവും ചെന്നൈയിലേക്ക് താമസം മാറി. ആംബ്രോസ് ഇപ്പൊ സ്വന്തമായിട്ട് പടം ചെയ്യാൻ പോവാ. சாரி அம்பஸ், உங்களை ரொம்ப நேரம் வெயிட் பண்ண வச்சிட்டேன். சாரி. அதொன்னும் பரவாயில்ல சார். உங்க கேரளாலயே நல்ல நல்ல ஆக்டர்ஸ் இருக்காங்க, பெரிய பெரிய ஸ்டார்ஸ் இருக்காங்க. വൈ മീ? മലയാളത്തില് നല്ല ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്റെ ക്യാരക്ടർ ഞാൻ സാറിലാണ് സാർ കാണുന്നത്. അപ്പൊ എന്റെ ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ സാർ, മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. നല്ലത് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് അംഗീകരിക്കും. உங்களோட டெடிகேஷன், பேஷன் டுவர்ட் சினிமா, சின்சியாரிட்டி பார்க்கும்போது we are doing this project. Thank you sir. ആയിക്കാ ആംബ്രോസ് എന്തായി? ഡേറ്റ് ഓക്കെയാണോ? ഡേറ്റ് ഓക്കെയാണ്. പൊളിച്ചു. അയവ ആംബ്രോസേ, ഈ പടം നമ്മൾ ചെയ്യുന്നു. എന്റെ കയ്യിൽ ഒരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷേക്ക് ഉണ്ട്. ഷേക്ക് അൽ മക്തും. ഹലോ ഹലോ. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ ഷാനുക്ക. എന്താ സഹിതാനം നീ ഒന്നും മിണ്ടാത്തത്? നിന്നെ കയറാൻ പറഞ്ഞ സിനിമ കാരണം 10-30 പൗരും പോയി. എന്റെ കൊച്ചിന്റെ നിക്കാഹം മുടങ്ങി. ഇനി അവൾ ആര് കെട്ടും? നീ പറ, അവൾ ആര് കെട്ടുമെന്ന്? ഞാൻ കിട്ടിയാ മതിയാ? നീ എന്താ പറഞ്ഞേ? അല്ലേ, 10-30 പവൻ മഹാറായിട്ട് കൂട്ടിയാ മതി അല്ലേ? ഇനി സിനിമ എന്ന് പറഞ്ഞ് നടന്ന സിനിമ എന്ന് പറഞ്ഞ് നടന്ന ആ കടം വീടാൻ ഇക്ക വേറെ കെട്ടേണ്ടി വരും. അത്ര തന്നെ. കാശ് കൊടുക്കാതിരുന്ന കെട്ടായിരിക്കാൻ പറ്റും. വാപ്പച്ചി നീ കേട്ടോ? കെട്ടും. ആരാ? എന്റെ ഉമ്മച്ചിയെ. മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടി രശ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 യുവാക്കളെ കൊല ചെയ്ത കുറ്റത്തിനാണ് നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രശ്മി അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും അക്കാലത്ത് വൻ ജനാവലിയെയാണ് തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചിരുന്നത്. നവാഗതനായ വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ബൈപ്പാസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ നടിയെ സംവിധായകനും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനശ്രമത്തിനിടെ മുറിയിൽ നിന്നും കിട്ടിയ ഒരു കത്തി കൊണ്ട് രശ്മി ആത്മരക്ഷാർത്ഥം യുവാക്കളെ കുത്തിവീഴ്ത്തുകയായിരുന്നു.
പൊട്ടനാദികള്. சினிமால நடிக்கிற பொண்ணுன்னா தொடர்றதுக்கும் உங்க கூட படுக்கிறதுக்கு சினிமால அவங்க ஆடுறதும் பாடுறதும் தொடுறதும் முத்தம் கொடுக்கறது அவங்களோட தொழில். உங்க வீட்டுல உங்க அம்மாவோ உங்க அக்காவோ இல்ல உங்க தங்கச்சி இனிமே ஒரு நடிகைனா அவளை தொடுறதுக்கும் விபச்சாரம் பண்றதுக்கு தான் நினைச்சுக்க அறுத்துருவேன். Congratulations, Ambrosa. സാർ മുതല താങ്ക് യു. ആംബ്രോസായ് ആംബ്രോസായ് ഒരു മിനിറ്റ് പോരെ താങ്ക് യു. സച്ചി ഒരു പണി എന്താ വീഡിയോ ആണല്ലോ.